الرجيم. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. സിദ്ഖാണ് നമ്മുടെ വിഷയം. സിദ്ഖിന് എതിരായിക്കൊണ്ടുള്ള ചില കാര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അതാണ് ആഫാത്തു സിദ്ഖ്. അതാണ് സിദ്ഖ് കൊണ്ടുണ്ടാകുന്ന ആഫാത്ത് എന്നല്ല. അതിലൊന്നാമത്തെ തണ്ണിയത് ഖദീബാണ്. സിദ്ഖിന്റെ ഓപ്പോസിറ്റ് കദിബ്. ഇനി അഹ്കാമുൽ കദിബി ഫീ റിവായത്തിൽ ഹദീസിൻ നബവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ റിവായത്തിൽ കളവ് പറയില്ല. അതിന്റെ ഹുക്കം എന്താണ്? ഇല്ലാത്ത ഹദീസ് ഉണ്ടാക്കി പറയില്ല. അല്ലാ സയ്യിദുൽ ഖത്തീബുണ്ടല്ലോ, അതിനേക്കാളും മുന്തിയ ഹദീസ് അവിടെ വെച്ചിട്ടാണ് ഇതെടുക്കുന്നത്. മറ്റൊരാൾ ചോദ്യം ചെയ്തപ്പം പറഞ്ഞത് ലൈഫായ ഹദീസുണ്ട്. നമ്മൾ ലൈഫ് ഉണ്ടെന്ന് വെച്ചാൽ തന്നെയും മുത്തഫഖുൻ അലൈഹി ഹദീസ് വെച്ചിട്ട് ലൈഫ് എടുക്കുക. നിങ്ങളെ മാനസിക രോഗമില്ലത്. ഈ കുലൂബിഹിം മറന്നുകൊണ്ട് രോഗത്തിന്റെ ലക്ഷണമാണ് രണ്ട് സാധനം തന്നു. ഒന്ന് മുന്തിയതും ഒരു താണതും. എന്നാൽ താണത് ഞാൻ തിരഞ്ഞെടുക്കുന്നത് എന്താണ്? ഈ കുലൂബിഹിം മറന്നതിന്റെ ലക്ഷണം. അതുകൊണ്ട് നിങ്ങൾക്ക് ചികിത്സിച്ചില്ല. എവിടെ ലൈഫുള്ളത്? ഇതാക്കുൽത്തലി സാഹിബിക്ക് മുത്തഫഖുൻ അലൈഹിയാണ്. قال رسول الله صلى الله عليه وسلم إن كذبا علي ليس ككذب على أحد. എൻ്റെ പേരിൽ കളവുണ്ടാക്കൽ എന്ന് പറഞ്ഞത് സാധാരണ ആരെങ്കിലും പേരിൽ കളവുണ്ടാക്കുന്ന രൂപമല്ല. അത് കുഫ്രിയത്താണോ അല്ല കബീറത്താണോ എന്നതിൽ ഖിലാഫുണ്ട്. അതുകൊണ്ട് ഫമൻ കദബ അലയ്യ മുതഅമ്മിദൻ, ബോധപൂർവം ഒരാൾ എൻ്റെ പേരിൽ കളവ് കെട്ടിയുണ്ടാക്കിയാൽ നരകത്തിൽ നിന്നുള്ള അവന്റെ ഇരിപ്പിടം ഇവിടെ വെച്ച് തന്നെ തയ്യാറായിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. ഇതാണ് മുഹദ്ദിസീങ്ങൾ ഏറ്റവും കിടിലം കൊള്ളിച്ച സാധനം എന്നാണ്. അതിൽ നുഹ്ബ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. മുഹദ്ദിസീങ്ങൾ വളരെ കർശനമാക്കിക്കൊണ്ട് ഹദീസ് എടുക്കുന്നതിലെല്ലാം കർശനം പാലിച്ചെന്നില്ല. ഈ ഹദീസാണ് ഉറപ്പ് അതിലേക്ക് പ്രേരിപ്പിച്ചിരുന്നു. അഖ്റജഹുൽ ബുഖാരി മുസ്ലിം മിൻ ഹദീസിൽ മുഗീറ വഫീ റിവായത്തിൽ ലഹു, മറ്റൊരു റിവായത്തിലുണ്ട്, ലാ തക്ദിബു അലയ്യ, എൻ്റെ പേര് നിങ്ങൾ കളവുണ്ടാക്കരുത് എന്ന്. എന്തുകൊണ്ട്? ദീനിന്റെ ബൈസാണത്. അപ്പൊ അത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ദീന ആകെ ഫസാദയില്ലേ. ഫഇന്നഹു മൻ യക്ദിബു അലയ്യ യൽജിന്നാർ, ആരെങ്കിലും എൻ്റെ പേരിൽ കളവ് പറഞ്ഞാൽ എന്താക്കും? അവൻ നരകത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞു. ഇനി പറയട്ടെ. ഖാലൽ ഇമാമു ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു ഫീ മുഖദ്ദിമത്തി ശറഹി മുസ്ലിമിന്റെ മുഖദ്ദിമയിൽ നേതാവ് പറയുന്നു, വഅലം അന്ന ഹാദൽ ഹദീസ, ഈ ഹദീസ് ഉണ്ടല്ലോ ഇപ്പം പറഞ്ഞത്, യശ്തമിലു അലാ ഫവായിദ, ഒരുപാട് ഫായിദന്റെ മേലിൽ ഒരുമിച്ച് കൂടിയതാണ്. ഇഹ്ദാഹ, ഒരു ഫായിദ, തഖ്ദീറു ഹാദിഹിൽ ഖായിദത്തി ലിഅഹ്ലി സുന്നഹ്, അഹ്ലി സുന്നത്തിന്റെ ഒരു ഖായിദ ഊട്ടി ഉറപ്പിക്കലാണ്. അഹ്ലി സുന്ന കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇന്നറിയപ്പെടുന്ന രണ്ടക്ഷരത്തിൽ അറിയപ്പെടുന്ന പാർട്ടിയൊന്നും അല്ല, സഹാബത്ത് റളിയല്ലാഹു അൻഹു, അതിനുശേഷമുള്ള താബീഈങ്ങളും. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹദീസിന്റെ നേതാക്കന്മാരാണ്. നിങ്ങൾ തഫ്സീറിന്റെ ഉലമാക്കൾ, സുന്നത്തിന്റെ ഉലമാക്കൾ എന്ന് പറയില്ലേ, ഖുർആൻ ഹദീസ്. കാരണം സുന്നത്ത് എന്നുള്ളത് ഒറ്റക്ക് പറഞ്ഞാൽ ഒരർത്ഥമുണ്ട്, അതിന്റെ കൂടെ എന്താ പറയുന്നു നോക്കിയിട്ട് അർത്ഥം മാറും. അതിന്റെ മുമ്പിൽ കിതാബ് എന്നാണോ, അപ്പൊ കിതാബ് സുന്നത്ത് എന്ന് പറയുമ്പോൾ സുന്നത്തിന്റെ അർത്ഥം മാറി. സുന്നത്തിന്റെ കൂടെ ബിദ്അത്ത് പറഞ്ഞാൽ സുന്നത്തും ബിദ്അത്തും തമ്മിലാണെങ്കിൽ അതിന്റെ അർത്ഥം മാറി. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുപോലെ ഫർളിന്റെ മുഖാബിലെ സുന്നത്ത് പറഞ്ഞ അർത്ഥം മാറി. കുറെ മാനാക്ക് മുശ്തറക്കാണ്. എവിടെ ഉദ്ദേശിക്കുന്ന ഏതാ? ഹദീസിന്റെ നേതാക്കന്മാർ. അതിന്റെ മുക്കാബില എന്തുണ്ടാക്കാം? തഫ്സീർ ഖുർആനുണ്ടാവില്ല. അപ്പൊ ഹദീസിന്റെ നേതാക്കന്മാർക്ക് ഒരു കായിദ, അതായത് ഒരു തരത്തിലും അതിൽ കളവ് വരാൻ പാടില്ല. എന്താണത്?
അഖായിദ അന്നൽ കദിബ യതനാവലു ഇഖ്ബാർ അൽ ആമിദി വസ്സാഹി. ബോധപൂർവം പറഞ്ഞാലും അതിൽ ഉൾപ്പെടും, മറന്നിട്ട് പറഞ്ഞാൽ ഉൾപ്പെടും. അങ്ങനെ മറക്കാണ്ടെങ്കിൽ അതിൽ തന്നെ ഉറപ്പുവരുത്തണം ഇങ്ങനത്തൊന്നുണ്ടോന്ന്. അനിശൈഇ ബിഖിലാഫി മാ ഹുവ, അത് ഉള്ളാനുള്ളതിൻ്റെ എതിരായിക്കൊണ്ട് മറന്നിട്ട് പറഞ്ഞാലും വിടൂല എന്ന് തന്നെ പറയുന്നു. കാരണം തങ്ങളുടെ കാര്യത്തിലായതുകൊണ്ട്. അസ്ഥാനിയത്തു രണ്ടാമത്തത് തഅലീമു തഹരീമിൽ കദിബി അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കളവ് പറയൽ ഹറാമാണ്. കാരണം കബീറ ദോഷത്തിൻ്റെ കൂടെ കഠിനമായ താക്കീതോ അല്ലെങ്കിൽ ലഹനത്തോ അല്ലെങ്കിൽ ശിക്ഷയോ ചേർത്ത് പറഞ്ഞാൽ അത് കബീറത്തായിരിക്കുമെന്ന് നമ്മൾ പണ്ടേ കായിക പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ പറഞ്ഞത്? അല്ലെങ്കിലോ യലജിന്നാർ അത് വമ്പിച്ച ഫാഹിഷത്താണ്. വമൂബിഖത്തുൻ കബീറത്തുൻ, വമ്പിച്ച് ഹലാക്കാക്കുന്ന ഒരു ദോഷമാണ്. വലാകിൻ എങ്കിലും ലാ യുകഫറു ഇല്ലാ യസ്തഹില്ലഹു, അത് ഹലാലാണെന്ന് പറയുകയോ വിശ്വസിക്കുകയോ ചെയ്താലല്ലാതെ അയാളെ കാഫറാക്കാൻ പറ്റൂല. തൊട്ടടുത്തിനൊക്കെ കാഫറാക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ഹാദാ ഹുവൽ മശ്ഹൂറു മിൻ മദാഹിബിൽ ഉലമാ, ഉലമാക്കന്മാർ റളിയല്ലാഹു അൻഹുവിൻ്റെ മദാഹിബിൽ നിന്ന് മശ്ഹൂറാണ് ഇത് ഹലാലാണ് എന്ന് പറഞ്ഞാലേ കാഫറുള്ളൂ. അത് മറ്റുള്ള കുറ്റങ്ങളെ പോലെ തന്നെ. ഇപ്പം കള്ള് കുടി എന്താണ് ഹലാലാണ് എന്ന് പറഞ്ഞാൽ കാഫറും. വഖാല ശൈഖു അബൂ മുഹമ്മദിൻ അൽ ജുവൈനി റളിയല്ലാഹു അൻഹു, ഇമാമുൽ ഹറമൈൻ, യുകഫറു ബിതഅമ്മുദിൽ കദിബി അലൈഹി, മൂപ്പറ അഭിപ്രായം എന്താണ്? കദിബ് ബോധപൂർവമാണെങ്കിൽ കാഫറാണ്. എന്ത് മശ്ഹൂറിൻ്റെ എതിരാണ്. എന്നിട്ട് ഹക്ക ഇമാമുൽ ഹറമൈനി അതെന്താക്കി ഹിക്കാറ്റ് ചെയ്തു. ആര് പറഞ്ഞ? മുഹമ്മദുൽ ജുവൈനി പറഞ്ഞു. അന്നഹു കാന യഖൂലു ഫീ ദർസിഹി കസീറൻ, മൂപ്പറ ദർസിൽ ധാരാളമായി പറയും, മൻ കദബ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംദൻ കഫറ വൗരീഖദമുഹു എന്ന് പറയും. അരെ ഈ അബൂ മുഹമ്മദുൽ ജുവൈനിന്റെ കലാം എടുത്തു പറയും. ആര്? ഇമാമുൽ ഹറമൈനി, ഇമാമിന്റെ ഉസ്താദ്. വേറെ ദർസിൽ എപ്പോഴും പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ബോധപൂർവ്വം തങ്ങളുടെ പേരോട്ട് സ്വലാത്ത് പോലും ചെല്ലുന്നു. ഞാൻ ചെല്ലുന്നോണ്ട് എൻ്റെ കുറ്റം ഒഴിവാണ്. കാഫിറാണ്. അതോടൊപ്പം തന്നെ അയാളെ കൊല്ലണം, അയാൾ ദമ് ഒഴുക്കിക്കളയണം എന്ന് പറഞ്ഞു. എന്നാൽ ഇമാമുൽ ഹറമൈനി എന്താക്കും? എടുത്തു പറയും ഹാദൽ ഖൗല, ഈ ഖൗൽ ഉദ്ധരിച്ചിട്ട് വഖാല ഇന്നഹു ഹഫുവത്തുൻ അലീമ, അതൊരു മറവിയാണ് എന്ന് പറയും. അപ്പം ഭൂരിപക്ഷം പറഞ്ഞത് അത് ഹലാലാണ്, അനുവദനീയമാണ് എന്ന് വിശ്വസിക്കുകയോ പറയുകയോ ചെയ്താലാണ് കാഫിറാകൽ. അപ്പൊ സാധാരണ കബീറത്തിനെ പോലെ തന്നെ. അസ്സാലിസത്തു, മൂന്നാമത്തെ ഫായിദ, അന്നഹു ലാ ഫർഖ ഫീ തഹരീമിൽ കദിബി അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കളവുണ്ടാക്കല് ഹറാമാണ് എന്ന വിഷയത്തിൽ വ്യത്യാസമില്ല. ബൈനമാ കാന ഫിൽ അഹ്കാമി വമാ ലാ ഹുക്മ ഫീഹി, ഹുക്കുമുകളുണ്ടല്ലോ, ഫിഖ്ഹിന്റെ അഹ്കാമ്, അഹ്കാമിൻ്റെ ഇടയിൽ വ്യത്യാസമില്ല. ചില ബാധം പരിപാടി ആളെ പേടിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞോപ്പാന്ന് പറയുന്നത് അതെല്ലാം കണക്ക് തന്നെയാണ്. അങ്ങനെ പേടിപ്പിക്കേണ്ട തർഹീബിന് വേണ്ടുന്ന ഹദീസുകളും ആയാത്തുകളും ഇവിടെ എമ്പാടും അറിഞ്ഞിരിക്കുന്നു. അല്ലാടെ വെച്ചിട്ട് അതൊരു കിസ്സുണ്ടാക്കി കഴിഞ്ഞു. പിന്നെ അതിനൊക്കെ കാല റസൂലുള്ളാഹി പുലർത്താം അഭിമുഖ അരിയാക്കി കഴിഞ്ഞു. എന്നാൽ ഹദീസ് അതിനിപ്പോൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. മാലാഹുക്കുമേലാക്കീബി, ഒരു സംഗതിയിലേക്ക് പ്രേരിപ്പിക്കലി, വ തർഹീബി പേടിപ്പിക്കലി, വൽ മവാഇളി വാള് വഗൈരിദാലിക, അതിൽ ഹുക്കുമുണ്ടാവില്ലല്ലോ. അപ്പൊ കിസ്സുകളൊക്കെ പറഞ്ഞിട്ട് ഫകുല്ലുഹു ഹറാമുൻ, അത് രണ്ടായാലും ഹറാമാണ്. മിൻ അക്ബറിൽ കബായിൽ പെട്ടതുമാണ്. എന്താ തെളിവ്? ബി ഇജ്മാഇൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ ഇജ്മാ ആണ് തെളിവ്. അല്ലദീന യുഅ്തദ്ദു ബിഹിം ഫിൽ ഇജ്മാ, ഇജ്മാഇൽ പരിഗണിക്കപ്പെടാവുന്ന, അതിനെ പറയുന്നത് ചില ബിദ്അത്ത് വാദക്കാർക്ക് ഇതിന് എതിരെ അഭിപ്രായം ഉണ്ടാവും. ഓർ ഇജ്മായിൽ പെട്ടിട്ടുമില്ലല്ലോ, ഓരോ കണക്കിലെടുത്തിട്ടേ ഇല്ല. മുഅ്തസിലിയാക്കള് റാഫിദിയാക്കള് ഇങ്ങനെ ഇതിൽ നിന്ന് എന്തെല്ലാം തരം പിരിഞ്ഞു വന്ന് ഹക്കായ പാതയിൽ നിന്ന് അവർ ഇജ്മാഇനെതിരായിട്ട് പറഞ്ഞാൽ ഓരോ നമ്മൾ വിലക്കെടുത്തിട്ടില്ലല്ലോ.
അതാണെന്ന് പറഞ്ഞോട്ടെ. എന്താ ഖിലാഫിൽ കറാമിയക്കാർക്കെതിരെ കണ്ടാ ഓറ് പറഞ്ഞത് കൊണ്ട് ഇജ്മാ പൊടിയൂല. എന്താണത്? ആ ത്വായിഫത്തിൽ മുബ്തദിഅത്തി, അത് ബിദ്അത്തിന്റെ ഒരു പാർട്ടിയാണ്. എന്താ പറയുന്നത്? ഫീ സഅമിഹിൽ ബാത്തിൽ, അവരുടെ ബാത്തിലായ വാദത്തിലാണ് അന്നഹു യജൂസു വദുഉൽ ഹദീസ് ഫി തർഗീബി വതർഹീബ്, ആഗ്രഹം വപ്പിക്കാനും അതുപോലെ പേടിപ്പിക്കാനും വേണ്ടിയിട്ട് ഹദീസ് കെട്ടി ഉണ്ടാക്കൽ ജായിസാണ് എന്നാണ് ഉറവുന്നത്. ഒരാടെന്ന് പറഞ്ഞോട്ട് അവരുടെ വാദം നമ്മൾ അംഗീകരിച്ചിട്ടില്ല, ഇജ്മാ ഇപ്പുറം. എന്നിട്ടോ വതാബഅഹും, അവരോട് തുടരുകയും ചെയ്തു, അലാ ഹാദാ, ഈ പറഞ്ഞ ഈ ചീത്ത അഭിപ്രായത്തിന്റെ മേലെ കസീറും മിനൽ ജഹലത്തി, ജാഹിലിയങ്ങളിൽപ്പെട്ട ഒരുപാട് ആള് അത് അംഗീകരിച്ചിട്ടുണ്ട്. എന്താണത്? അല്ലദീന, എങ്ങനത്തെ കൂട്ടർ യൻസിബൂന അൻഫുസഹും ഇല സുഹുദി, സുഹുദിലേക്ക് ഓരോ സ്വന്തം നഫ്സിനെ ചേർത്ത് നമ്മൾ സാഹിദീങ്ങളാണ്, നമ്മ ഔലിയാക്കളാണ്, നമ്മ തെരീക്കത്തുകാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം നഫ്സിനെ എന്താക്കും? സുഹുദിലേക്ക് ചേർത്ത്. സുഹുദ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആർക്കും അറിയാത്ത സംഗതിയാ. ഈ സുഹുദ് എന്ന സഹാബികളൊക്കെ സാഹിദികൾ തന്നെയല്ലേ. ഇപ്പൊ ഒരു പുതിയ സുഹൃത്ത്, അതിനൊരു കോലോ വയൻസിബുഹും ജഹലത്തും ഇസ്ലുഹും, കണ്ട അതുപോലെ തന്നെ ജഹലത്തും, അത് ചില ജാഹിലീങ്ങളും. ഇലാഖിരിമാ അതാല ഫീ ദാലിക്, ഇമാം നവവി തങ്ങൾ അതിൽ ഒരുപാട് നീട്ടി പറഞ്ഞിട്ടുണ്ട്. സുമ്മ ഖാല, പേടിപ്പിക്കാൻ വേണ്ടിയും കളതെല്ലാം പറയാന്നല്ലേ. ഉമ്മ സലമ ഇതിനെ കെട്ടാൻ പോയ കഥയുണ്ട്, നല്ല മലയാളമായി സെറ്റുന്ന വേണമെന്ന് പറഞ്ഞു. ഞാനും കാടാച്ചൊരു ഉസ്താദാണ് എത്തിയതാ. വണ്ടിയിൽ നിന്ന് മടങ്ങുമ്പോൾ ചോദിച്ചു, ഉമ്മു സലമ ബീബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയല്ലേ, ആ ഭാര്യനെ കെട്ടല് ഉമ്മനെ കെട്ടാൻ പോകുന്നല്ലേ, ഖുർആന്റെ നസ്സല്ലേ. അപ്പൊ ഈ മസാല അറിയാത്തവരായിരുന്നു കെട്ടാൻ പോയ സഹാബി. ബീബി പറഞ്ഞു പോലും, എനിക്ക് നബിതങ്ങളെ തന്നെ ഭർത്താവായി നിൽക്കണം, നിങ്ങൾ നേരം മാറിക്കിട്ടൂല. കണ്ടാ, കെട്ടാൻ വന്നിട്ട് ഇവിടെ കെട്ടിയിട്ടില്ല, നബിതങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഖുർആന്റെ നസ്സിനെതിരല്ലേ. അപ്പം ഒരു കിതാബ് ഉണ്ടെന്ന് പറഞ്ഞു. ആ കിതാബ് അങ്ങനെ ലോകത്ത് ആരും എഴുതിയിട്ടുമില്ല, അത് ആരും അച്ചടിച്ചിട്ടുമില്ല. അയാളെ വാമനയിലുള്ള കിതാബാണ്. ഇതെന്താ വേണ്ടി? അവനക്ക് അയ്യൂക്ക് ഉണ്ടെങ്കിൽ നല്ലോണം കൊടുക്കുക, അല്ലെങ്കിലോ നല്ലോണം ചിരിക്കുക. ഇത് കേൾക്കുമ്പോൾ പെണ്ണുങ്ങന്മാർക്ക് വലിയ ആവേശം. അതെന്താന്ന്? അത് ആഗ്രഹിക്കാൻ ഭയന്നല്ലേ രംഗം. ഭയതിൽ അങ്ങനെയല്ലേ പറയേണ്ടി വരും. ഇത് മുസ്ലിയാർ തന്നെയല്ലേ, ഖുർആനെ നസ്സല്ലേ. ഇപ്പ സുഹൃത്തേന്ന് അഹ്സാബിനല്ലേ, ഒന്നുമില്ല എടുത്തായിട്ട് ഇപ്പം തന്നെ നോക്കാല. എന്തെല്ലാം ജാതി കളവാണ് ബയലാക്കിട്ട് പറയുന്നത്. ഒന്ന് ഫാനിന് ശേഷം ചൂടാക്കലാണ്. അതിനെന്തോ ഒരു കുഴപ്പമുണ്ട്, സ്ഥിരമില്ല. തങ്ങളോടുള്ള ആദാബ് പറഞ്ഞിട്ടാണ് എണ്ണുന്നത്. يا أيها الذين آمنوا لا تدخلوا بيوت النبي إلا أن يؤذن لكم إلى طعام എന്ന് തുടങ്ങുന്ന ആയത്തിൽ എന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിയിൽ പോയ എപ്പോഴും നിങ്ങൾ സൽക്കരിക്കാൻ നിൽക്കില്ല. അപ്പൊ തിന്നാൻ മുട്ടുമ്പല്ല തങ്ങളെ പരിചയക്കുവാനി, എന്തിനാണ് ചായത്തേന്? അത് പറ്റൂല, തങ്ങളെ ബുദ്ധിമുട്ടാക്കലാണ്. ക്ഷണിച്ചെന്ന് പോയിക്കും. ക്ഷണിച്ചം ആ ക്ഷണം സ്വീകരിക്കൽ വാജിബാണല്ലോ. എന്നിട്ടോ ഫൈദായത്തും ഫന്തശറും, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പോയിക്കൊണ്ട് അവിടെ നിന്നൊരു ഭർത്തനം ഇട്ട് പിന്നെയും കുറേ ഇരുന്നുകൊണ്ട് പോയി ഇനിയും ചായ വെക്കണം. ഒരു കത്തലോടക്കിയിട്ടാണ് ഭർത്തനത്തിൽ നിന്നാൽ ഉച്ചയ്ക്ക് ചോറുണ്ടാക്കണം. ഇതെല്ലാം ഒരു വീട്ടുകാരെ അൽമാക്കലാണ്. അത് തങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന പരിപാടിയാണ്. തങ്ങളൊന്നും പറയൂല, പോയിക്കൊന്നും പറയൂല, ഇരിക്കൊന്നും സ്ഥലം വിട്ടട്ടെ എന്നൊന്നും പറയൂല.
അത് അല്ലാഹു തആല ഏറ്റെടുത്തിട്ടാ പറയുന്നത് തങ്ങൾക്ക് കൊണ്ട് ഞാൻ പറഞ്ഞോളാം. അല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ്. രണ്ടാമത്തെ അദബ് എന്താണ്? വൈദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. വീട്ടുകാരോട് എന്തെങ്കിലും ആവശ്യപ്പെടണമെങ്കിൽ ഹിജാബിന്റെ പിന്നിൽ എന്നിട്ട് ചോദിക്കുക. അതിനപ്പുറം നിന്ന് വമാ കാന ലക്കും അൻ തുഉദൂ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബുദ്ധിമുട്ടാക്കൽ നിങ്ങൾക്ക് അനുവദനീയമല്ല. ബുദ്ധിമുട്ടാക്കുന്ന പലതും ഒന്ന് ഇപ്പം പറഞ്ഞൊരു പ്രവർത്തനം, മറ്റൊന്ന് പറഞ്ഞ് തങ്ങളെ ഉമ്മയൊപ്പി നരകത്തിലാന്ന് വസാക്കില്ല. യൂസുഫ് നബഹാനി ഇമാമിന്റെ വ്യാഖ്യാനം പറഞ്ഞ് ചോദിച്ചല്ലോ, നിന്റെ ഉപ്പ തമ്മാടിയാന്നില്ല, നിന്റെ ഉപ്പ നരകത്തിലാന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കുവോ? എന്നിട്ട് ഇത് ഏറ്റുകഥായി കൊണ്ടു നടക്കല്. ഇപ്പം വിശ്വലെത്തുന്ന ആളുണ്ട്. വല അൻ തൻകിഹു അസ്വാജഹു മിൻ ബഅദിഹി അബദ. തങ്ങൾ അസ്വാജിനെ നിങ്ങൾക്ക് മംഗലം കഴിക്കാൻ പറ്റൂല. ഉമ്മു സൽമ ബീബിനെ മംഗലം ഈ ആയത്ത് പഠിക്കാത്ത ആൾ ആസാന്മാർ എല്ലാത്തിനും ന്യായീകരണമാണ്. അപ്പം തന്നെ അത് സഹിയാക്കി. എഴുതാത്ത അച്ചടിക്കാത്ത കിതാബാ. അപ്പൊ നമുക്ക് കാണാത്ത കിതാബില്ലേ? ഇന്നദാലിക്കും കാന ഇൻദല്ലാഹി അലീമ എന്ന് പറഞ്ഞ് ഇത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹിന്റെ അടുത്ത് വലിയ അലീമായ ഒരു വമ്പിച്ച കുറ്റകരമാണെന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരു ദിവസം 100 കുറ്റം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും തങ്ങൾ ഇതാകെ തന്നെയല്ലേ സാധാരണ വ്യക്തിനോട് പറഞ്ഞാൽ നീ 100 കുറ്റം ചെയ്യുന്ന കൊടും ഫാസിക്കാണ് നീ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? ഇതാ ഇസ്ലാമിൽ പറഞ്ഞ ഏറ്റിട്ടത് അതിനാൽ ഏറ്റവും കിടത്തിയിട്ട് ഇട്ടിട്ട് ഇങ്ങനെ എന്നിട്ട് കേൾക്കുന്നു ദീനാന്നും പറഞ്ഞിട്ട്. സുമ്മക്കാല. അപ്പൊ ആ മൂന്നാമത്തെ ഫായിദ എന്താക്കി നമുക്ക് കുറെ നീട്ടി സംസാരിച്ചു. അപ്പൊ കറാമയാക്കള് എന്ന് പറഞ്ഞാൽ കറാമത്തുള്ള കൂട്ടറൊന്നല്ല ഞാന. സുമ്മക്കാല അത് പിന്നെ പറഞ്ഞ അറാബിയത്തു. നാലാമത്തെ ഫായിദ യഹ്റമു റിവായത്തുൽ ഹദീസിൽ മൗദൂഇ. മൗദൂആയ ഹദീസ് റിവായത്ത് ചെയ്യൽ ഹറാമാകുന്നു. ഹദീസിലെ പല ഇനങ്ങളുണ്ട്. സഹീഹുൽ ലിദാത്തിഹി ഉണ്ട്, സഹീഹുൽ ലിഗൈരിഹി ഉണ്ട്, ഹസൻ ഉണ്ട്, ഹസനുൽ ലിദാത്തിഹി ഉണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് 65ഓളം ഇനങ്ങൾ ഹദീസിൽ വേർതിരിച്ച്. മൗദൂഅ് വേറെ. ആ മൗദൂആയ ഹദീസ് റിവായത്ത് ചെയ്യൽ ഹറാമാണ്. അന്ന് ചോദിക്കുന്നത് നമ്മൾ ഇമാമിയങ്ങൾ മൗദൂഅ് അത് വേർതിരിക്കുമ്പോൾ അതിന് ഗ്രന്ഥം വേറെ തന്നെ വെച്ചല്ലോ ഇത് മൗദൂആണെന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെന്താക്കണ്ട? പിന്നെ ഇമാമിയങ്ങളെ കിതാബിലുണ്ടെന്നോട്ടെ റിവായത്ത് ചെയ്യല്. എത്രയോ ലക്ഷം ഹദീസ് ശേഖരിച്ചിട്ടാണല്ലോ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇപ്പൊ സഹീഹ് ഉണ്ടാക്കിയത്. ആ സഹീഹിന്റെ ഒക്കെ ഉണ്ടാകും ബാക്കി കിതാബുകൾക്ക്. കാരണം പാറ്റിപ്പറച്ച കരടാണ് ഇതെന്ന് വെച്ചാൽ വെറുതിരിക്കുന്നു. അതാരിക്കാണ് അലാമൻ അറഫ കൗനഹു മൗദൂഅൻ. അത് മൗദൂആണെന്ന് അറിഞ്ഞാക്കൈ പറയുന്നു. അപ്പൊ ആദ്യം അറിയണം ആണോ ഇല്ലയോ. ആ ഗലബ അലാ ദന്നിഹി വദഉഹു. അല്ലെങ്കിൽ അത് മൗദൂആണെന്ന് അറിയലല്ല, അവന്റെ ദന്നിൽ ഗാലിബായിട്ടുണ്ട്. ആദ്യം പറഞ്ഞത് മൗദൂആണെന്ന് അറഫ അറിഞ്ഞു, ഇല്ല അറിവിലേക്ക് എത്തണ്ട, ദന്നിലേക്ക് എത്തിയാലും മതി. അപ്പൊ ഫമൻ റവ ഹദീസൻ അലിമ ഔ ദന്ന വദഉഹു. കാരണം രണ്ടിനല്ലേ പറഞ്ഞത്. ഒന്ന് മൗദൂആണെന്ന് ആദ്യം തന്നെ അറിയാം, അല്ലെങ്കിൽ തന്നെ വലം യുബയ്യിൻ ഹാല റിവായത്തിഹി. റിവായത്തിന്റെ നേരത്ത് അയാൾ പറഞ്ഞതുമില്ല എന്തിനാ ഒരു മൗദൂആണ് എന്ന് പറയാൻ കേൾക്കുന്ന ആൾക്ക്. അല്ലെങ്കിൽ എന്താക്കും? കിതാബിലുണ്ടെന്നിട്ട് വിശ്വസിക്കും. ഇങ്ങനെ ഒരു ഹദീസ് മൗദൂആണ് എന്നത് പറയാതെ കണ്ട് ഫഹുവ ദാഖിലുൻ ഫീ ഹാദൽ വഈദ്. ഈ താക്കീദിൽ അത് ഉൾപ്പെടുന്നു. മുൻദരിജുൻ ഫീ ജുംലത്തിൽ കാദിബീന അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞ കൂട്ടത്തിൽ അവൻ പെടുകയും ചെയ്തു. വലിഹാദ ഇതുകൊണ്ടാണ് ഖാലൽ ഉലമാഉ റളിയല്ലാഹു അൻഹും പറയുന്നത് യംബഗി ലിമൻ അറാദ അൻ യർവിയ ഹദീസൻ ഔ ദക്കറഹു അൻ യൻദുറ ഫഇൻ കാന സഹീഹൻ ഔ ഹസനൻ. എന്താ പറയുന്നത്? ഒരാൾ ഹദീസ് റിവായത്ത് ചെയ്യാൻ ഉദ്ദേശിച്ച് അല്ലെങ്കിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് അന്നേരം എന്താക്കണം? അഞ്ഞൂറ അവിടെ നോക്കണം. ഇത് സഹീഹോ ഹസനോ ആണെങ്കിൽ എന്ത് പറയാം? അതിനവിടെ ഉറപ്പിക്കാം. അതാ 500 എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാനുണ്ട്.
ഫഇൻ കാന സഹീഹൻ ഔ ഹസനൻ, സഹീഹോ ഹസനോ ആണെങ്കിൽ ഖാല അവൻ പറയാം ഖാല റസൂലുള്ളാഹി കദാ എന്ന് പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഖൗലാണെങ്കിൽ. ഔ ഫഅലഹു എന്ന് പറയാം ഫഇലാണെങ്കിൽ. ഔ നഹവ ദാലിക, അല്ലെങ്കിൽ അതുപോലത്തത് മീൻ സിയഖിൽ ജസ്മി, തീർത്തിട്ട് പറയാൻ. അപ്പൊ സഹീഹിന്റെ കിതാബുണ്ടാവും സഹീഹേ പറയുള്ളൂ എന്ന് റിയാദു സാലിഹിന് മൂപ്പറേറ്റ്. മൂപ്പറടുക്കൽ സഹീഹാണെന്ന് ബോധ്യപ്പെട്ടതേ പറയുള്ളൂ. മിഷ്കാത്തിൽ എന്താക്കും, പല ഭാഗമാക്കി തിരിച്ച് 3 ഗ്രേഡ് ആക്കിയിട്ട് ഒന്നില് വളരെ അസഹായം വളരെ ഗ്രേഡുള്ള ഒന്ന് പറയും, രണ്ടാമത്തെ അതിന്റെ താഴെയുള്ള ഗ്രേഡിൽ പറയും, മൂന്നാമത്തേൽ പലതും മിക്സഡ്. അതിൽ ഹദീസും ഉണ്ടാകാം, അവലേക്കന്മാരുടെ കലാമും ഉണ്ടാകാം. അതിന് 1നും 2നും പറഞ്ഞ ഉത്തരവാദിത്തം മൂന്നാമത്തേലില്ല. അപ്പൊ മിഷ്കാത്തിലുണ്ടെന്ന് ഉദ്ധരിച്ചാൽ മിഷ്കാത്തിന്റെ ഏത് ഫസലിലാണ് ഉള്ളതെന്ന് ചോദിക്കണം. അത് മൂന്നുമത്തില്ല, പക്ഷെ ആ ഗ്രേഡ് പറഞ്ഞത്. അത് പറയും ലൈഫാകാൻ ഓരോടക്ക് ചില്ലറ കാര്യം കൊണ്ടു അടുത്ത് പറയൂ. ഇമാം ബുഖാരി തങ്ങളുടെ സംഭവം അതാ പറയുന്നതാ വിരട്ടെ. അപ്പൊ സഹീഹോ ഹസനോ ആണെങ്കിൽ കാലവന് പറയാം കാല റസൂലുള്ളാഹി എന്ന് പറയാം. കഥ തങ്ങൾ ഇന്നത് പറഞ്ഞിരിക്കുന്നു, ഔ ഫഅലഹു ഇന്നത് ചെയ്തിരിക്കുന്നു, ഔ നഹവ ദാലിക മിൻ സിയഖിൽ ജസ്ം. വഇൻ കാന ദഈഫൻ, അതാ ഇനി അടുത്ത ഗ്രേഡ് ഏതാ, ദഈഫ് ആണെങ്കിലോ ഫലാ യഖുൽ ഖാല ഔ ഫഅല എന്ന് പറയാൻ പാടില്ല, തീർത്തു പറയാൻ പാടില്ല. ഔ അമറ എന്ന് പറയാൻ പാടില്ല, ഔ നഹ ഔ ശിബഹ ദാലിക. അത് ഓരോ അഹ്കാമ് പറഞ്ഞതാണ്. ഖാല എന്ന് പറഞ്ഞോ, അല്ല ഫഅല അല്ലെങ്കിൽ അമറ ഔ നഹ. പിന്നെന്താ പറയുന്നത്, റുവിയ അന്നു കഥ എന്നാ പറയുന്നത്. റുവിയ അന്നു കഥ, ഇന്നത് ദിവാത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പണ്ട് ഉപ്പ എന്നോട് പറഞ്ഞ് കുത്തബക്ക് നീ ബാളെടുക്കണോ ഉണ്ട്. ബാൾക്ക് നീ എന്താണോ പറയലെന്ന് ചോദിച്ചു. അവൻ എന്താ റുവിയ ഫിൽ ഖബറിൽ മശ്ഹൂർ എന്ന് പറഞ്ഞാൽ മതി. ഏതാ ഹദീസ് മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് മിഷ്കാത്തിന് കാണിച്ചാന്നിട്ടാ പറയുന്നത്, പറയുമ്പോൾ റുബിയ എന്ന് പറഞ്ഞാൽ മതി. എന്ത് പറഞ്ഞോ, ബഹുമാനപ്പെട്ട അവലൗലർക്ക എന്ന നാട്ടുകാർ വിളിക്കുന്ന അബ്ദുള്ള മുസ്ലിയാർ മൗലവി റളിയല്ലാഹു അൻഹു മൂപ്പർ പക കൊടുപ്പിച്ചതാണ്. പോലുള്ള കാലത്ത് ഇദാ ഖുൽത ലിസാഹിബിക യൗമൽ ജുമുഅത്തി അൻസിത് വൽ ഇമാമു യഖ്തബു ഫഖദ് ലഗൗത. അൻസിതയിൽപ്പെട്ടല്ല അബയ്യ ചേർക്കുന്നത്. ആ സ്ഥലത്ത് പോലും റുബിയ എന്ന് പറഞ്ഞാൽ മതി. എവിടെ ഫിൽ ഖബറിൽ മശ്ഹൂർ. ആ ജാഅ അൻഹു എന്നും പറയാം, ഇങ്ങനെ വന്നിട്ടുണ്ട്. ആ യുർവ എന്ന് പറയാം, ആ യുസ്കറു എന്ന് പറയാം, ആ യുഖാലു ബലഗന എന്ന് പറയാം. അങ്ങനെ പല കലിമാത്തുണ്ട് ഹദീസ് പറയുന്ന ശൈലിയിൽ. റുബിയ, ജാഅ അൻഹു, യുർവ, യുസ്കറു, യുഖാലു, ബലഗന, ഇങ്ങനെ കുറേ വാക്കുകളുണ്ട്. അഷ്ബഹു, അതായത് ഹദീസ് പറയുമ്പോൾ ഉപയോഗിക്കേണ്ട സീഗ ഹദീസിന്റെ ഉലൂമിലാ പറയുന്നത്. ഖാലു വയംബഗി ലിഖാ, അത് ഉലമാക്കൾ പറഞ്ഞു. ഖാലൽ ഉലമാവിലെ തുടങ്ങിയ വയംബഗി ലിഖാരിയിൽ ഹദീസി, ഹദീസ് വായിക്കുന്നവന് അനിവാര്യമാണ് അൻ യഅരിഫ മിനൻ നഹ്വി വൽ ലുഗതി വഅസ്മാഇർ റിജാൽ. എന്തെല്ലാം വേണം, നഹ്വ് പഠിച്ചിരിക്കണം. അല്ല എന്താകോ ഇത് എങ്ങോട്ടാ അത്തഫാക്കണ്ട അങ്ങോട്ടൊന്നും ഇല്ലാഞ്ഞാൽ നമ്പറില്ലേ ഹുക്മ് മാറിയൊരു മാഷാ അല്ലാഹു കാൻ എന്നർത്ഥം പറയാനെന്തി അല്ല വേണ്ട വെച്ചല്ലുണ്ടാവും. വമാ ലം യശഅ ലം യകുൻ, അത് പുതിയൊരു മുബത്തദീരു ജംലിയും അല്ലാഹു ഉദ്ദേശിക്കാത്തത് ഇവിടെ ഒന്നും ഉണ്ടാവില്ല അല്ലേ. മാഷാ അല്ലാഹു കാന വമാ ലം യശഅ, അല്ലാഹു ഉദ്ദേശിച്ചതും ഉദ്ദേശിക്കാത്തതും ഇവിടെ ഉണ്ടാകുന്നതാണ്. ഇവിടെ പ്രശ്നം വന്നത് ഈ അതിന്റെ മുകളിൽ അത്തഫാണ് വെച്ചിട്ടത്. അവൻ വായിക്കുമ്പോൾ പിഴവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നഹ്വാദ്യം പഠിച്ചവനെ വായിക്കാൻ പാടുള്ളൂ എന്നാ പറയും. അതുപോലെ ലുഗത്തും പഠിക്കണം. ലുഗത്തിന്റെ ഉച്ചാരണം എന്താക്കും, ഫത്ഹ കസ്റോ മാറി അർത്ഥം മാറും.
നമ്മൾ ഇന്നലെ തന്നെ അറിയില്ല, ഫത്തഹ വായിച്ച ഇന്നതാണ്, കസ്ർ വായിച്ച ഇന്നതാണ്. ഇപ്പൊ എന്താ ഒരു കലിമത്തിൽ ഇന്നലെ കഴിഞ്ഞത്. അതുപോലെ അസ്മാഉർ റിജാൽ, റിവായത്ത് ചെയ്ത നേതാക്കന്മാരുടെ പേരുണ്ടാവുമല്ലോ, ആ പേര് ആ ഉള്ള പേരല്ലാന്ന് മറ്റൊരു പേര് തന്നെ വേറെ എവിടെയോ ആളം വലിയ ചുമത്തു വെക്കും. അതാ മാ യസ്ലമു ബിഹി മിൻ ഖൗലിഹി മാ ലം യഖുൽ, പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് എന്നതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നമ്മ ഉദ്ദേശിച്ച ആളായിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ അവിടെ പേരെങ്ങനെയാണ് വായിക്കേണ്ടത്? അദ്ദേഹത്തിന്റെ പേരെന്താണ്? എല്ലാം മാറും. ചെറുക്കൻ അബ്ദുറഹ്മാൻ മസ്ജിദ് ഉറപ്പാന്റെ ഉസ്താദ് ഒരു വലിയ കാര്യമാണ്. കടമേൽ കോളേജിലെ ഉറപ്പാത്തായി തളിപ്പറമ്പ് തങ്ങള വള്ളിയിൽ കുറെ കാലം മുദ്ദരിസം, തളിപ്പറമ്പിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ മുദ്ദരിസം കുഞ്ഞിക്കായ്മ തങ്ങൾ അവിടെ കൂട്ടിക്കൊണ്ടുണ്ട്. അതിന് മുമ്പ് കൂവത്തെല്ലാം പയ്യ വന്നത്. അപ്പോൾ ഒരു ഹദീസ് വായിക്കുമ്പോൾ പേര് അബു ഉബൈദത്ത് എന്നാണോ ഉബൈദ് എന്നാണോ, അതിനകത്ത് ആത്ത ഉണ്ടോ ഇല്ലയോ എന്ന് ഇഷ്കാല്. മുപ്പനാടെ സ്റ്റോപ്പ് ചെയ്ത് ഇതെവിടെ ഇഷ്കാല് തീർക്കല്? സഹീഹുൽ ബുഖാരിന്റെ ഷറഹുണ്ട്, എവിടെ ഐനി എന്നിട്ട് അന്തത്തുൽ ഖാരി എന്ന കിതാബിന്റെ പേര്. അത് അപൂർവമായി ചില ലൈബ്രറി ഇപ്പൊ എല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പൊ എല്ലാം നെറ്റിലെല്ലാം കിട്ടുന്നുണ്ട്. ചപ്പാരപ്പുടവിലുണ്ട് എന്ന് ആരോ വിവരം കൊടുത്തപ്പോ അന്ന് ചപ്പാരപ്പുടവിലേക്ക് പോയിട്ട് മലക്ക് വരെ റോഡ് പോലും നടക്കാൻ റോഡ് പോലും ഇല്ല. എൻ്റെ ഓർമ്മയിലല്ലേ ഈ റോഡ് ജയിച്ചുമ്പതിനും മലക്ക് റോഡാവട്ടെ ചപ്പാരപ്പുടവിലേക്ക് തീരെ റോഡ് ഉണ്ടായിട്ടില്ല. പഴയ ഒന്ന് രണ്ട് കെട്ടിടം വെച്ചിട്ട് ബാക്കി ഒരൊറ്റ കെട്ടിടം അങ്ങനത്തെ ശ്രീനഗർ കാഞ്ഞിരംകാട്ട് വരെ ഉണ്ടായിട്ടില്ല. ചപ്പാരപ്പുടയിൽ നടന്ന് 10-25 കിലോമീറ്റർ രാവിലെ. എന്നിട്ട് അതിന് പരിധി ഈ റിവായത്തിൽ അതുണ്ടോന്ന് എന്നിട്ട് ടിക്കറ്റാക്കിയിട്ട് അങ്ങനെ ഇങ്ങോട്ടും നടന്നു 50 കിലോമീറ്റർ. കുടിക്കാൻ വെള്ളവും ഭക്ഷണം കരുതണം, അല്ലെങ്കിൽ ആടെ ഒരു ഹോട്ടൽ ചായപ്പൊടി ഒന്നുണ്ട, തട്ടുകട. ഇന്നലെ സൂക്ഷ്മതക്കാരുടെ സൂക്ഷ്മതയാണ്. ഞാനോടെ കണ്ടതല്ല, ഓരോ അനുസ്മരണം നിന്ന് പഠിച്ചതാണ്. അത്രയും സൂക്ഷ്മതാണ്. കടമേരിയിൽ പള്ളിയിലെ കേൾക്കുവാത്ത റൂമിലതാ കീടനസ്ഥാതും ഓറും അങ്ങനെ പറയാൻ ഞാൻ. പിന്നെ അതിൻ്റെ കോളേജിൻ്റെ സ്ഥാപകന് പള്ളി സ്ഥാപിച്ച ആളുകളുണ്ടല്ലോ, പള്ളി സ്ഥാപിച്ച ആളെന്നാണ് അവർ കോളേജ് സ്ഥാപിച്ചത്. മറ്റു ചിക്കിലോട്ടോറെന്ന് പറയുന്നത് അതൊക്കെ അവലേക്കന്മാരാ. അല്ല അവലവലർക്കാന്ന് പറയുന്നവർ ഈ ചെറുക്കലഗ്രാമസിലാർ അംഗീകരിച്ചെങ്കിൽ പിന്നെ നമുക്കെന്താ അതിനപ്പുറം പണ്ട് രാവിലെ കിട്ടാവടത്തിട്ട് പോകുമ്പോലും അതാണ്ട് അങ്ങനെ വിളിക്കും. അന്ന് അവലവലാറൊക്കെ മുക്തിയാണ്. ആശാന്നവരെ അതിന് കൊടയും പിടിച്ച് അന്ന് മറ്റുള്ളതൊക്കെ വൃത്തി പതിയാതിരിക്കാൻ വേണ്ടി കൊടയും പിടിച്ചിട്ട് കിട്ടാൻ വെച്ചിട്ട് പോകുമ്പോൾ അങ്ങനെ വിളിക്കും. ഒരു മെരിക്കോളം അതിലാണ് കണ്ടാണ് പറയുന്നത്. ജുമാത്തുള്ളി ഇങ്ങനെ പടിഞ്ഞാറ് ഭാഗത്ത് തലയും വെച്ചിട്ട് കിതാബ് തലയും ഇങ്ങനെ കിതാബ് തട്ടിയിട്ട് ഇവിടെ തയമ്പയുന്നതാണ്. കിതാബിന്റെ ബക്ക് തട്ടിയിട്ട് ഇപ്പൊ ലോകത്താൻ ആളുണ്ട്. നമ്മുടെ കണക്ക് ഓർക്കലുണ്ട്. അപ്പൊ റിജാലിന്റെ അസ്മാവ് മാറാൻ പാടില്ല എന്നാ പറയുന്നത്. എന്തുകൊണ്ട്? നമ്മ പറഞ്ഞ ആളായിരിക്കുമല്ലോ ഈ ഹദീസ് പറഞ്ഞിട്ടുണ്ടാവില്ല, ആട് മാറും. ഖാലു ഉലമാക്കൾ പറയുന്നു വയംബഗി ലിർറാവി വഖാരിഇൽ ഹദീസ്, ഹദീസ് റിവായത്ത് ചെയ്യുന്ന ആൾക്കും ഹദീസ് വായിക്കുന്ന ആൾക്കും ഇദസ്തബഹ അലൈഹി ലഫ്ളത്തുൻ, ഒരു ലഫ്ള് എന്താ വായിക്കേണ്ടതെന്ന് ഇഷ്കാലായി. ഫഖറഅ അല ശക്കി, ശക്കിന്റെ മേലാണ് വായിച്ചത്, തീരുമാനത്തില്ല. അയ്യഖൂല അഖീബഹു, അതിന് ശേഷം പറയണം ഔ കമാ ഖാല, ഒന്നെങ്കിൽ ഈ വാക്ക് അല്ലെങ്കിൽ മറ്റൊന്ന്. ഇപ്പൊ എന്തൊരു ധൈര്യാന്നല്ല ഹദീസ് ഉണ്ടാക്കി ഫാക്ടറിയില്ലേ ഹദീസിന്റെ. ഇവിടെ 2 മാസം കോഴ്സിന് പിടിക്കഴിഞ്ഞാൽ എന്തായി ഹദീസ് പോയല്ല, സ്പെഷ്യലിസ്റ്റ് എന്നല്ലേ പേരെന്നെ. ഖാലു ഉലമാക്കൾ പറയുന്നു വയുസ്തഹബ്ബു ലിമൻ റവാ ബിൽ മഅന,
മായന കൊണ്ട് റിവായത്ത് ചെയ്യലുണ്ട്. അതും തന്നെ മായന കൊണ്ട് പറ്റുമോ ഇല്ലേ എന്നൊരു തർക്കമുണ്ട് മുഹദ്ദിസീങ്ങളുടെ ഇടയിൽ. നുഹബയിൽ പറഞ്ഞു ഭാഷന്റെ പ്രയോഗങ്ങളും ഇന്ന മായനയും എല്ലാം അഗാധമായി അറിയുന്ന ആൾക്ക് എന്താക്കാം മായന കൊണ്ട് റിവായത്ത് ചെയ്യാം. എന്നാൽ തന്നെ ഇടയ്ക്കുന്ന റിവായത്ത് ചെയ്യുമ്പോൾ മോളുടെ കണക്ഷനൊക്കെ നോക്കണം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമല്ല. കണക്ഷൻ നോക്കാണ്ട് ഒരു കായലിലേക്ക് കോതി ചേർക്കപ്പെടാതെ കൊണ്ട് പറഞ്ഞാൽ അത് പോസിറ്റീവായിട്ട് വിട്ടില്ലേ. ഉദാഹരണത്തിന് വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ് ഖുർആൻ കാലത്തിൽ യഹൂദ വിവാഹപ്പെട്ട ഉസൈർ ഇബ്നുല്ലാഹ്. അപ്പൊ അള്ളാഹ്ക്ക് മോനുണ്ടെന്ന് പറയില്ലേ. യദുല്ലാഹി മഗ്ലൂല, അള്ളാഹിന്റെ കൈ ബഹീത്തരം കൊണ്ട് പിടിച്ചു കിട്ടിയിട്ടേ ഉള്ളൂ. അപ്പം ആ കായിന്റെ പേര് പറയാതെ കണ്ടെന്താക്കി തുടങ്ങിയാൽ പറ്റുമോ? അപ്പൊ മഹന കൊണ്ട് റിവായത്ത് ചെയ്യൽ തന്നെ ഒരു ഖിലാഫുള്ള വിഷയമാണ്. അതിനെപ്പറ്റി നല്ല ആഴത്തിൽ വിവരമുള്ളവർ എന്താക്കുക, ഹദീസ് ബൈത്താക്കലുണ്ട്. പല ഹദീസിന് ബൈത്താക്കിയിട്ടുണ്ടല്ലോ. എന്നിട്ട് ആ നുഹബൈ തന്നെ പറഞ്ഞല്ലോ, ലഫ്ദിന്റെ ഘടന എന്ന് പറഞ്ഞാൽ സല്ല എന്നുള്ള പ്രയോഗം എന്താന്ന്, അത് ഖൈറിന് വേണ്ടിയാണെങ്കിൽ അലൈഹി പറയും, സല്ല അലൈഹി. അതേ അവസരത്തിൽ ഈ സല്ലാന്റെ അതേ മഅനാക്കാണ് ദഅ എന്നുള്ള അർത്ഥം. ദഅ അലൈഹി എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയി, ഓനിക്ക് കേടായത് വരുന്നു എന്ന് അർത്ഥം കിട്ടുക. സല്ല അലൈഹി. അപ്പൊ സല്ലാന്റെയും ദഅന്റെയും മഅന ഒന്നാണ് ഭാഷയിൽ. ചിലപ്പോൾ എന്താകും ദുആന്റെ മഅനാക്ക് സല്ല പറയും, ഖുദ് മിൻ അംവാലിഹിം സദഖ, ജനങ്ങളോട് സദഖ വാങ്ങിക്കോ. എന്നിട്ട് വസല്ലി അലൈഹിം, അവർക്ക് വേണ്ടി ദ്വാരം കൊടുക്കണമെന്ന് പറഞ്ഞു. ഇന്ന സലാത്തൊക്കെ സക്കനല്ലോ, അവർക്ക് നല്ല സമാധാനമാണ്, പൈസ കൊടുത്തതിന് നല്ല ദ്വാ കിട്ടി. അപ്പൊ സല്ലാന്ന് ദാന്റെ മാനാക്കാൻ ഇടം, അല്ലാണ്ട് അല്ലാഹുമ്മ സല്ലീൻ സലാത്ത് അല്ലല്ല. ആ മാനാക്ക് ആരെ പ്രയോഗിച്ചാൽ നന്നായി. എന്നാൽ സല്ല മാറ്റിയിട്ട് ദാന്നാക്കിയാൽ അലഹി പറഞ്ഞാൽ പറ്റൂല, കേടായി എന്ന് അർത്ഥം കിട്ടുക. അതുപോലെ ഷഹിദ ലഹു ഷഹിദ അലൈഹി, ഷഹിദയ്ക്ക് ശേഷം ലഹു പറഞ്ഞാൽ അനുകൂലമായ സാക്ഷിയാണ്, അലൈഹി പറഞ്ഞാലോ പ്രതികൂലമായ സാക്ഷിയാണ്. ഇതൊന്നും അറിയാണ്ട് വെച്ച് ബീക്കുകയെന്ന് ഞാൻ അറബി പണ്ഡിതനാണ്. അബ്ദുല്ലമ്മ വായിച്ചിട്ടുണ്ട്. ഉലമാക്കളെ ഏറ്റവും അഫ്ളലായ കോഴ്സല്ലേ. ഉലമായിൽ ഏറ്റവും അഫ്ളലായി കഴിഞ്ഞു എന്ന് സർട്ടിഫിക്കറ്റിൽ തന്നെ ഉണ്ട്. അവർക്ക് ഖുർആൻ തഫ്സീറും പറയുന്നതാണ്. ഹലോ പറഞ്ഞു പോലും ഏക്ക് പ്രൊഫസർ കാപ്പി ഹേ. അപ്പൊ മഅന കൊണ്ട് റിവായത്ത് ചെയ്യുന്നു എന്നുള്ളത് അനുവദിച്ചതിന് ശേഷമുള്ള മസാല ഇത്. മുഹമ്മദ് അൽഫിക്ക് എന്ന് പറഞ്ഞ കിതാബുണ്ടായിന്, അതിന് ഷറഹുണ്ട്, ഷറഹിന് ഹാഷിയുണ്ട്, ലുഖ്തത്തുദ്ദറുണ്ട്. ആവു കമാക്കാല എന്ന് പറഞ്ഞാൽ വനഹവഹാദ, അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം വരുന്നത് അതെന്താണ്, കമാ ഫഅലത്തുഹു സഹാബത്തു റളിയല്ലാഹു അൻഹും വമൻ ബഅദഹും റളിയല്ലാഹു അൻഹും. സഹാബത്തുൽ കിറാമും അതിന് ശേഷക്കാരും അങ്ങനെ പറയാറുള്ളൂ. റൂവിയ അന്നൽ ഇമാമൽ ബുഖാരി റഹിമഹുല്ലാഹു വറല്ലാഹു അൻഹു ഖറജ യത്ലുബുൽ ഹദീസ മിൻ റജുലിൻ, ഒരു റജുലിന്റെ പക്കൽ നിന്ന് ഹദീസ് തേടാൻ പോയി. ഫറആഹു, അപ്പം ഈ തേടാൻ പോയ ആളുണ്ടല്ലോ റജുലി, ഖദ് ഹറബത്ത് ഫറസു, അയാളെ കുതിര ഓടിക്കളഞ്ഞു. വഹുവ യുഷീറു ഇലൈഹി, ഇയാളെന്താക്കുന്നു ഇഷാറത്താക്കുന്ന ബിരിദാഹി, തട്ടം കൊണ്ട് ഇഷാറത്താക്കി, കാന്ന ഫീഹി ശഈറൻ, ഇതിൽ ഗോതമ്പുണ്ട് എന്ന രൂപത്തിൽ നക്കി വിളിച്ചു. അപ്പൊ ജാഅത്ത്, ഉടനെ ഈ ഗോതമ്പ് തിന്നാൻ വേണ്ടി വന്നു. ഇവിടെ ഉണ്ടാ സാധനം. അപ്പൊ അഖദഹ, അപ്പം തന്നെ നക്കി പിടികൂടി, കുതിരനെ പിടിച്ചു. വഖാല, ഇമാം ബുഖാരി തങ്ങൾ ചോദിച്ചു, അകാന മഅക ശഈർ, നിന്റെ കയ്യിൽ ഗോതമ്പുണ്ടാകും. ഫഖാല ലാ, ഇല്ല. വലാകിൻ, അവൻ അങ്ങനെ സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പം എന്താ, ഈ കുതിരനെ വഞ്ചിച്ചിട്ടുണ്ട്, ഇന്ന വേണ്ടാവും, നിന്റെ ഹദീസ് വേണ്ടാവും. فقال الإمام البخاري رضي الله عنه لا آخذ الحديث عمن يكذب على البهائم, മൃഗങ്ങളോട് കള പറഞ്ഞ ആളെ ഹദീസ് ഞാൻ എടുക്കില്ല.
അതാണ് തീർന്നു. ഇനി സിദ്ക്കിനെതിരായി വരുന്ന രണ്ടാമത്തെ ആഫത്താ പറയുന്ന ആഫത്തു സാനിയ ജിയാഗ്. قال الله سبحانه وتعالى من كان يريد حرث الآخرة نزد له في حرثه ومن كان يريد حرث الدنيا نؤته منها وما له في الآخرة من نصيب. ഒരാൾ ആഖിറത്തിലുള്ള ഹർസാണ് ഉദ്ദേശിച്ചതെങ്കിൽ അവന് നമ്മൾ വർദ്ധിപ്പിച്ചു കൊടുക്കും. അപ്പൊ ഒരു വിഭാഗം. വമൻ കാന യുരീദു ഹർസദ് ദുനിയ, ദുനിയാവിന്റെ ഹർസാണ് ഒരാൾ ഉദ്ദേശിച്ചതെങ്കിൽ നുഅ്തിഹി മിന്ന, അത് കൊടുക്കാതെ പറ്റില്ല, വർദ്ധിപ്പിക്കാൻ പറ്റില്ല. ആഖിറത്തിലേക്ക് ഇങ്ങോട്ട് വരികയും വേണ്ട, ഒരു നസീബ് അവിടെ കിട്ടൂല. അപ്പോൾ ഒരു സംഗതി കൊണ്ട് ദുനിയാവ് കരുതണമോ ആഖിറം കരുതണമോ എന്നുള്ളത് ഇവിടെ തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ. وقال تعالى فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. റബ്ബിന്റെ ലിഖാഹ് ആഗ്രഹിക്കുന്ന ഒരാള് സാലിഹായ അമൽ ചെയ്യണം. എത്തരത്തിൽ? റബ്ബിന്റെ ഇബാദത്തിനോടുകൂടി ആരെയും പങ്കു ചേർക്കണ്ട, കോമട്ടിക്കാരെയും പങ്കു ചേർക്കണ്ട, നാട്ടുകാരെയും പങ്കു ചേർക്കണ്ട, ലോകക്കാരെയും കൂട്ടേണ്ട, ഒന്നും വേണ്ട. ഇനി ഫവൈലുൽ ലിൽ മുസല്ലീന അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരക്കാർക്ക് വയിലുണ്ട്. എന്തുകൊണ്ട്? നിസ്കാരമായിട്ടില്ല. ഒന്നെന്താ? നിസ്കാരത്തിന് തൊട്ടും മതി മറന്നവർ, അതിൻ്റെ വക്കത്തുകൾ, അതിൻ്റെ ആദാബ്, അതിൻ്റെ ഷുറൂത്ത്, അതിൻ്റെ ഒളു, തഹാറത്ത്, അവറത്ത് മറക്കല്, അങ്ങനെ നിക്കരിക്കൽ തന്നെ. ഞാൻ നിക്കരിച്ചു നിക്കരിക്ക് ഒന്നുണ്ടാ ഇല്ല. അപ്പം ആരെങ്കിലും നിക്കിച്ചന ഇല്ല, നിക്കരിക്ക് ഒന്നുണ്ടാവും ഇല്ല. പിന്നെങ്ങനെ നിക്കിക്കാൻ കിട്ടിയ? അപ്പൊ നിക്കരിച്ചെന്ന് നമ്മളൊക്കെ ബോധിപ്പിക്കാനേ ആ കളിക്കന്ന് കളി. എന്നിട്ടാണ് പറയുന്നത് അല്ലദീനഹും യുറാഊന, നിസ്കാരം പ്രകടനമാണ്. മൊത്തത്തിലാണ് പറഞ്ഞതെങ്കിലും കരീനത്തം തെളിയിക്കുന്ന നിസ്കാരം ഒരു പ്രകടനം. നിക്കിച്ചെന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന പിള്ളേരുടെ കുറെ നിക്കരിക്കാത്ത ആള്, അസനകരിക്കാത്ത ആള്, അതേടാ അസനകരിക്കാത്ത ആള് കൈവന്തിക്ക് നിക്കിരിച്ചട്ടെ. ഞാൻ മുസ്ലിം അറിയാം, അവന് അസനിക്കാൻ നിക്കിച്ചിക്കണ്ടെങ്കിൽ കാണിച്ചില്ലേ. നിങ്ങൾക്ക് എന്തല്ലോ കാണാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഇവിടെ നിന്ന് പോയിക്കോളി, കളിപ്പമ്പേക്കും ഭക്ഷണമായിട്ട് അങ്ങോട്ട് പോയിക്കോളി. അപ്പൊ തൻ്റെ കുട്ടി നിക്കിച്ചെന്നായി ഈ തുള്ളല്ലോ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ പഠിപ്പിച്ച് നിൽക്കാനോ? രണ്ടാമത്തെ കുറ്റം ഓരോ ഭയങ്കര ബഹീലന്മാരാന്ന്. യംനഊനൽ മാഊന, അപ്പുറപ്പുറം വീട്ടിന്റെ ആവശ്യത്തിന് ഉപ്പ് അത് ഇതെല്ലാം കടം വാങ്ങും. ഏതെങ്കിലും പറയാം, ഒരു പാത്രം നോക്കട്ടെ കൊടുക്കൂല. കാല ബഅദുൽ മുഹഖഖീൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹഖീഖത്തു ജിയാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുവ അൻ തഅമലൽ അമല, അമലി ചെയ്യും എന്നിട്ടോ ഫതഖ്സിദു ബിഹി ഇത്ലാഅൻ നാസി അലൈക, ജനങ്ങൾ അതിന്റെ മേൽ പ്രകടമാകണം എന്നുദ്ദേശിക്കുന്നു. അപ്പൊ കസ്ദില അമലിലല്ല ശരിക്കും എന്നെ കസദ്. അതെന്തിനാ ജനങ്ങൾ കാണുന്നത്? ഈ തക്കൂനലൊക്കെ ഇന്ദഹുമുൽ മൻസില, ജനങ്ങളെടുക്കൽ ഒരു സ്ഥാനം കിട്ടണം. വഫീ ഖുലൂബിഹിമുൽ മവദ്ദ, ജനങ്ങൾക്ക് ഇഷ്ടം ജനിക്കുകയും വേണം ഈ ആവശ്യത്തിന്. ഇതാ റിയാന്റെ ഹഖീഖത്ത്. قال سيدنا الإمام العارف بالله علي بن حسن العطاس رضي الله عنه പറയുന്നു في العطية الهنية എന്ന ഒരു ഹിക്മത്തിന്റെ കിതാബാണ്. العطية الهنية والوصية المرضية. നമ്മളെ ഹിക്മ പോലെ തന്നെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അൻ തഅമല അമലൻ ലിഅജ്ലിൽ ഖൽഖി, പടപ്പുകൾക്ക് വേണ്ടി ഒരു അമൽ ചെയ്യലാണ്. ഫഹുവ ശിർകുൻ ബിഗൈരി ശക്കിൻ, സംശയിക്കേണ്ടത് ശിർക്കാണ്. വനാഹിക ബിഹാ ഹമാഖതൻ, അതുകൊണ്ട് എന്താ ഈ ഹമാഖത്ത് അത് മതിയാക്കാം. എന്താണ്? അൻ തുശ്രിക മഅല്ലാഹി മാ ലാ യൻഫഉ വലാ യദുറു, ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ഇല്ലാത്ത ഒരു കൂട്ടർ അല്ലാഹുവിനൊപ്പം കൂട്ടുകൂട്ടുക എന്ന് പറഞ്ഞാൽ ഓരോ നിർപ്പതി എടുക്കുക എന്ന് പറഞ്ഞാൽ ഹമാക്കത്തിന് ഇതിനപ്പുറം വേണ്ടല്ലോ. എത്രോ നീ ശിർക്ക് കൂട്ടിയ ആ ആരുണ്ടല്ലോ കൊമ്മട്ടിയോ മറ്റോ ഓനറിഞ്ഞ് നമ്മക്ക് വേണ്ടി ചെയ്തെന്ന് പറഞ്ഞാൽ ഇവൻ ലോകമാന്യക്കാരൻ ഓറ് കുറ്റപ്പെടുത്തില്ല.
ഈ അമല് കൊണ്ട് യാജിയാറയാണ് തൃപ്തിപ്പെടുത്തിയത് എന്ന് കാണുകയിൽ സഖത്തത്തും പിന്നെ നീ ആദ്യം വിചാരിച്ചെന്താണ് ആചാര മനസ്സിൽ നല്ല സീറ്റ് ഉണ്ടാകാനാ ആചാരം നിജത്തറി. وقال الإمام الشعراني رضي الله عنه പറയുന്നു سمعت سيدي علي الخواص رضي الله عنه شيخا ഷഹറാനിമാമന്റെ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ മതി, അതിനപ്പുറം പൊള്ളായിരൊന്നും പറയണ്ട. ഷഹറാനിമാമ ഇട്ട ചെരുപ്പ് എന്ന് പറഞ്ഞാൽ മതി, എന്നാൽ പൊള്ളായി. ഷഹറാനിമാമ ചവിട്ടിയ മണ്ണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രതിയിലെത്തണം. അത്ര വലിയ പദവിയുള്ളാണല്ലോ. യക്കൂല് മൂപ്പറ പറയുന്നത് ഇതാ റാ അൽ അബ്ദു, അബ്ദ് റിയാ കാട്ടിയ റാ എന്നല്ല റാ എന്ന വേണ്ടി റിയാ കാട്ടിയാൽ ബി ഇൽമിഹി വ അമലിഹി, ഇൽമു കൊണ്ടാവട്ടെ അമല് കൊണ്ടാവട്ടെ, ഹബിത അമലുഹു, അവന്റെ അമല് പൊളിഞ്ഞിരിക്കുന്നു എന്നാണ്. എന്താ തെളിവ്? മിനസ്സിൽ കിതാബി വസുന്ന, കിതാബിന്റെ നസ്സുമുണ്ട്, ഹദീസിന്റെ നസ്സുമുണ്ട്. അപ്പൊ ഇസ്തിംബാത്ത് ചെയ്തിട്ട് കുറെ വളഞ്ഞിട്ടൊന്നും ദലീലാക്കേണ്ടയില്ല. നസ്സ് എന്ന് പറഞ്ഞാൽ നസ്സ് ലാഹിർ എന്നുണ്ടല്ലോ. അതായത് നസ്സിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ബഹുമാനിക്കപ്പെടേണ്ട നാർത്ഥവാക്യങ്ങൾക്ക്, അപ്പൊ ഖുർആനും ഹദീസിനും എല്ലാത്തിനും പറയാം നസ്സ്. അതുപോലെ ഹിക്കമിന്റെ കിതാബിൽ നസ്സ് എന്ന് പറയാം. അതുകൊണ്ട് നമ്മൾ ആദരവോടുകൂടി കാണുന്ന ഒരു ഹുജ്ജത്താക്കാൻ പറ്റിയ കലാമിന് അതാണ് വകുല്ലു നസ്സിൻ ഔഹമ തശ്ബീഹ അവ്ബിൽഹു ഔ ഫബ്ബിൽ. ആ നസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്. അത് ശരിയാണ്. ജമ്മൽ ജാമിന്റെ ഉസൂലിലേക്ക് കടക്കുമ്പോൾ നസ്സ് ലാഹിറിന്റെ രണ്ട് സാധനമുണ്ട്. നസ്സിന്റെ ഓപ്പോസിറ്റ് ലാഹിർ. നസ്സ് എന്ന് പറഞ്ഞാൽ അതിൽ അറിയിപ്പക്കപ്പെട്ട ആയ അർത്ഥത്തിനല്ലാതെ മറ്റൊരർത്ഥം അത് വഹിക്കൂല എന്നാണ് അർത്ഥം. മതി. ലാഹിദ് എന്ന് പറഞ്ഞാൽ ലാഹിറിന് അർത്ഥം ഉണ്ടാകും, ബാത്തിൽ മറ്റൊരർത്ഥം ഉണ്ടാകും. ഉദാഹരണത്തിന് ഞാനിങ്ങനെ വരുമ്പോ നമ്മുടെ ഇബ്രാഹിം ഹാജിഖാനെ കണ്ടെടുപ്പ അവിടെ നമ്മളെ പൊരക്ക്, ഈ വാക്കിൽ ഇബ്രാഹിം ഹാജിക്ക അല്ലാത്ത മറ്റൊരളവാൻ സാധ്യതയില്ല. അത് ചെയ്തു അമ്ര ആവാൻ സാധ്യതയില്ല. എസ്താണിത്. അതേ അവസരത്തിൽ ഒരു ഹാത്തമുത്തായിനെ കണ്ടിടുന്ന് പറഞ്ഞു വരുമ്പോ, ഹാത്തമുത്തായിനെ കാണാൻ എങ്ങനെ അത്ര കൊല്ലം എപ്പത്തേക്ക് അല്ലേ? അപ്പോൾ ഹാത്തമുത്തായി പോലെ ധർമ്മം ചെയ്യുന്ന ഒരു ധർമ്മിഷ്ഠനാവാനുള്ള സാധ്യത വാക്കിനുള്ളിലുണ്ട്. അപ്പോൾ ഹാത്തമ് ഇന്ന് കണ്ടു നടത്തുന്നതിൽ ലാഹിറാണ്, മറ്റേതോ മജാസാണ്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് നസ്സുൽ കിതാബ് രണ്ടർത്ഥത്തിനും ആവാം. അങ്ങനെ വളഞ്ഞു പിടിച്ചൊരു തഹ്വീല് കൊടുത്തിട്ടൊന്നും ഇനി ദലീലൊപ്പിക്കണ്ടില്ല. വൈദാ ഹബിത അമലുഹു, അമല് പൊളിഞ്ഞാലോ കാന്നഹു ലം യഅമൽ ഷൈഅൻ, ഒന്നും ചെയ്യാത്ത സ്ഥാനത്തായി. അപ്പൊ ഫകൈഫ യറാ നഫ്സഹു ബിദാലിക അലന്നാസി, എന്നിട്ടോ ജനങ്ങളെ മേലിൽ ഇത് ചെയ്യാത്ത അമലായി പോകും. പൊളിഞ്ഞ അമല്, ആ അമലും പിടിച്ച് ജനങ്ങളെ മേലിൽ എങ്ങനെയാണ് ഇവൻ വലിയാളായി മാറുക? അമലില്ല. മാത്രമല്ല അമല് പൊളിയല് മാത്രമല്ല, ബിൽ അദാബിൽ അലീം കൊണ്ട് താക്കീതും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇൽമിനെ തേടുന്ന ആള് വളരെ ബോധപൂർവം പ്രവർത്തിച്ചോളെന്ന് പറഞ്ഞു. അവര് പഠിക്കാൻ പോകുന്നില്ല, അപ്പൊ പോണ്ട. കാരണം പഠിക്കാത്ത ആൾക്ക് സ്വർഗം പാറുണ്ടല്ല, വിഡ്ഢികൾക്കും പഠിക്കാത്ത ആൾക്കും എല്ലാവർക്കും വേറെ സ്വർഗമുണ്ട്. ഖാലൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മിനന്നാസി, ജനങ്ങൾ പലതരക്കാരാണ്. അങ്ങനെ ഒന്ന് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം, മറ്റൊന്ന് അള്ളാഹിന്റെ വാക്കുന്ന സവാബ് ആഗ്രഹിച്ചുകൊണ്ടോ ഇഖാബ് പേടിച്ചുകൊണ്ടോ ചെയ്യല്. പക്ഷെ അള്ളാഹിന്റെ വക്കൽ നിന്നുള്ള ഒരു മറ്റൊന്ന് ജനങ്ങൾ. അപ്പൊ മൂന്ന് തരക്കാരാണ്. അതാ മിനന്നാസി മൻ യുതീഉ ഇബ്തിഗാഅ മർളാത്തില്ലാഹി തആല വസുൽഫാ ലദൈഹി, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടും അവന്റെ അടുക്കൽ പദവി ആഗ്രഹിച്ചുകൊണ്ടും ചെയ്യുന്നതാണ്. വമിൻഹും, രണ്ടാമത്തെ വിഭാഗം തലബൽ ലിസ്സവാബി വഖൗഫൻ മിനൽ ഇഖാബ്, സവാബിനെ തേടിക്കൊണ്ടും പിന്നെ അദാബിനെ പേടിച്ചുകൊണ്ടുള്ളത്. അപ്പൊ അത് രണ്ടെണ്ണാക്കാൻ കഴിയും. കാരണം മുപ്പറ ഇബാറത്തിൽ വമിൻഹും
അപ്പൊ ഇപ്പം തന്നെ മൂന്നായി. വമിൻഹും മുറാഅത്തൻ ലിൽ ഖൽഖി, മറ്റൊന്നോ പടപ്പുകൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അല്ലാതെ രണ്ട് കഴിഞ്ഞ്. വഹാദാ ഹുവൽ ഹാലിക്, പിന്നെ പറയേണ്ടത് ഹാലിക് എന്നാണ്. ഇൻതഹ മിൻ ഗായത്തിൽ ഖസ്ദി വൽ മുറാദ്. മൂപ്പറ സ്വന്തം കിതാബല്ല, മൂപ്പറ പല റിസാലകൾ 10-12 റിസാല ഉണ്ട്. ഇനി വമിമ്മാ വറദ മിനൽ അഹാദീസ് ഫീ ദമ്മിൽ ദിയ, ആയാത്ത് 1-2 സൂചിപ്പിച്ച മുമ്പ് ദിയാഇന്റെ ദമ്മിൽ ഹദീസിൽ വന്നത് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖാല അല്ലാഹു തബാറക വ തആല. അപ്പോൾ ഹദീസ് എടുത്തേക്ക് എത്തി, ഖുദ്സിയിലേക്ക്. അന അഗ്ന ശുറകാഇ അനി ശിർക്ക്, ശിർക്കിനെ തൊട്ട് ഏറ്റവും വലിയ ഖനിയാണ് ഞാൻ. ശുറക്കാക്ക് ആവശ്യമേ ഇല്ല, ഒരു വിഷയത്തിലും ശിർക്കില്ലാത്ത എന്നല്ല. അപ്പൊ ശിർക്കിനെ തൊട്ടിട്ട് ഏറ്റവും ഖനിയായ ആളാണ് ഞാനെന്ന് പറഞ്ഞു. എന്താണ് അള്ളാഹുവിനെ പറ്റി. മൻ അമില അമലൻ, ഒരമൽ ഒരാൾ ചെയ്തു, അശ്റക ഫീഹി മഇ ഗൈരി, എൻ്റെ കൂടെ വേറൊരാളെ ശിർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ തറക്തുഹു വശിർക്കഹു, അവനെയും അവൻ്റെ ശിർക്കിനെ ഞാൻ എന്താക്കും, തള്ളിക്കളയുന്നു. അഖ്റജഹു മുസ്ലിം. وعن جد من الألقي رضي الله عنه قال قال رسول الله صلى الله عليه وسلم പറഞ്ഞു من يسمع الله به, ഒരാൾക്ക് പ്രശസ്തി ഉണ്ടാക്കാനും മറ്റുള്ള ആളെ കേൾപ്പിക്കാനാണോ ഉദ്ദേശമെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കാമല്ലോ അല്ലേ. വമൻ യുറാഇ, കാണാൻ വേണ്ടിയിട്ട് പ്രദർശനമാണോ എന്നാ യുറാഇല്ലാഹു ബിഹി, അതും ഇവിടെ നേടിക്കൊടുക്കും. പക്ഷെ ഇങ്ങോട്ട് വരണ്ട, എന്തെങ്കിലും കിട്ടാൻ വേണ്ടി വരണ്ട, അല്ലാതെ നിർത്തിപ്പോയി. وعن شداد بن عوس رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول من صلى يرائي فقد أشرك, റിയാ കാട്ടുന്നവനായിട്ട് നിസ്കരിച്ചാണെങ്കിൽ ആ നിസ്കാരം അല്ലാതെ ശിർക്കാണെന്നാണ്. വമൻ സ്വാമ യുറാഇ ഫഖദ് അശ്റക, മുറാഅത്തിന് വേണ്ടി റിയാഇന് വേണ്ടി നോമ്പ് നോറ്റാണെങ്കിൽ അവിടെയും ശിർക്ക് വന്നു. വമൻ തസദ്ദഖ യുറാഇ ഫഖദ് അശ്റക, റിയാഇന് വേണ്ടി സദഖ ചെയ്താണെങ്കിലും അത് സദഖയായിട്ടല്ല ശിർക്കായിട്ടാണ് അംഗീകരിക്കുക. അഖ്റജഹു അഹ്മദ്. وعنه آل شداد بن عوس رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن أخوف ما أخاف على أمتي, എൻ്റെ ഉമ്മത്തിൻ്റെ മേലിൽ ഞാൻ പേടിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിലേറ്റവും അധികം പേടിക്കുന്നത് അൽ ഇശ്റാഖു ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് ശിർക്ക് വെക്കലാണ്. അതിനർത്ഥം എല്ലാവരും അമ്പലത്തിൽ പോകുന്ന, എല്ലാവരും അമ്പലത്തിൽ പോയിട്ട് നാക്കുന്നതിൻ്റെ അർത്ഥം അതല്ല. അമാ ഇന്നി ലസ്തു അഖൂലു യഅ്ബുദൂന ശംസൻ, ഈ വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അവർ ശംസിനെ ആരാധിക്കും, വലാ ഖമറിനെ ആരാധിക്കും, വലാ വസന ബിൽമത്തിനെ ആരാധിക്കും എന്നൊന്നല്ല ഞാൻ ഈ പേടിച്ച ശിർക്കിൻ്റെ അർത്ഥം. വലാകിൻ അഅമാലൻ ലിഗൈരില്ലാഹി തആല, അല്ലാഹു തആലക്ക് വേണ്ടി അല്ലാതെ ചില അമൽ ചെയ്യും, അതാണ് ഞാൻ ഏറ്റവും പേടിച്ച് ശിർക്കുന്നത്. മറ്റൊന്നോ ശഹ്വത്തൻ ഖഫിയ്യത്തൻ, തടിഹവാക്ക് വേണ്ടി ഉണ്ടാവും. ഇത് ചെയ്യാഞ്ഞാൽ സാധാരണ ചെയ്യുന്ന കാര്യം ചെയ്യാൻ ഒരു വൃത്തിയുണ്ടാവും. സാധാരണ ചെയ്യുന്ന അമൽ ചെയ്യാഞ്ഞാൽ ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്ന കസ്റ്റമറ്റ് സിഗരറ്റ് വലിച്ചിട്ടില്ലെങ്കിൽ പൊതിയാണ്. അപ്പോൾ ആ ശഹ്വത്തിന് വേണ്ടി. അതുപോലെ നിൽക്കുന്ന ഒന്നും അഷ്ടമറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പൊതിയിടും. ഇത് ശഹ്വത്തിന് വേണ്ടിയായി ഭാഗത്തിട്ടുണ്ട് ഒരു നേരം ആദത്ത്. എങ്ങനെയായാലും വാസനീയങ്ങളല്ലാത്ത ചെയ്യുന്ന കാര്യത്തിലൊരു ബാധം തോന്നാണ്ടിരിക്കില്ല. അപ്പൊ തടിന്റെ രുചികരമായിട്ട് അങ്ങ് ചെല്ലുന്നു. ഒരു അരങ്ങേറ്റമല്ല ചെയ്യുന്നില്ല. അതാ ഷഹ്വത്തൻ ഖഫിയ്യത്തായിട്ട് ഹമാലി. പക്ഷെ ലാഹിന്റെ ഷഹ്വത്താൻ ആരും അംഗീകരിക്കൂല, അവിടെ ഖഫിയ്യത്തായത്. എന്തിപ്പോ എനിക്ക് തെറ്റ്, ഓന് നിൽക്കാനല്ലേ, നിക്കാറ്റിന്റെ ബുദ്ധിയല്ലേ, നോമ്പിന്റെ ബുദ്ധിയല്ലേ, നല്ലിന്റെ ബുദ്ധിയാണല്ലോ. ഹിക്മത്ത് പറഞ്ഞു. وعن أبي بن كعب رضي الله عنه قال أخرجه بما حديث سند ورنتلا قال قال رسول الله صلى الله عليه وسلم بشر هذه الأمة بالثناء والرفعة والدين والتمكين في الأرض,
ഈ ഉമ്മത്തിന് സന്തോഷ വാർത്ത അറിയിക്കണം, അവർക്ക് ഉന്നതി ഉണ്ടാകും. സനാഹും സനയും രണ്ടാന്ന് നിങ്ങൾ ഓതിയിട്ടുണ്ട്. പിന്നെ ഉയർച്ച കൊണ്ടും ദീൻ കൊണ്ടും ഭൂമിയിൽ എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് ആധിപത്യവും അംഗീകാരം കിട്ടുമെന്നുണ്ടാക്കാം ഈ ഉമ്മത്തിന് സന്തോഷ വാർത്ത അറിയിച്ചെന്ന് പറഞ്ഞു. ഉമ്മത്തിന് കിട്ടുന്ന അപ്പൊ താണവരാവണ്ടയില്ല, ഉന്നതിയും ഉയർച്ചയും ദീനും അതുപോലെ തന്നെ തംകീനും ഫിൽ അർദല്ലുണ്ട്. ഫമൻ അമില മിൻഹും അമലൽ ആഖിറത്തി ലിദ്ദുനിയ, ആ കൂട്ടത്തിൽപ്പെട്ട ഒരാള് ആഖിറത്തിന്റെ അമലെന്താക്കി ദുന്യാവിന് വേണ്ടി ചെയ്തു, എന്നാൽ ലം യകുൻ ലഹു ഫിൽ ആഖിറത്തി നസീബ്, ആഖിറത്തിൽ ഒരു നസീബും കിട്ടൂലാന്നും ആ വാർത്തയിലുണ്ട്. അഖ്റജഹു അഹ്മദ്. وقال صلى الله عليه وسلم يا أيها الناس اتقوا هذا الشرك, ഈ ശിർക്കിനെ നിങ്ങൾ പേടിക്കണം. ഏത് ശിർക്ക്? റിയാ എന്ന് പറഞ്ഞ ശിർക്ക്. فإنه أخفى من دبيب النمل, ഉറുമ്പിന്റെ ചലനം ഉണ്ടല്ലോ അതിനേക്കാണ് കഫിയത്. ഉറുമ്പ് നടക്കുന്ന ആരും കേൾക്കൂല എന്നത് മാതിരി വളരെ രഹസ്യമായിരിക്കും. ഫഖീല, അപ്പോ ഇത്രയും രഹസ്യമാണെങ്കിൽ പിന്നെ എങ്ങനെ സൂക്ഷിക്കലോ എന്നാ ചോദിച്ചത്. മനുഷ്യന്റെ പിടുത്തത്തിന് പുറത്തുമല്ലോ. എങ്ങനെ നമ്മൾ സൂക്ഷിക്കാം? ബഹു അഹ്ഫാമിൻ ദബീബിൻ നംലി യാ റസൂലല്ലാഹ്, ഉറുമ്പിന്റെ ചലനത്തിനേക്കാളും ഹഫിയാണ് എന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഫഖാലാപ്പം പറയണം, ഖൂലൂ, നിങ്ങൾ പറയുക, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക അൻ നുശ്രിക ബിക ശൈഅൻ നഅലമുഹു വനസ്തഗ്ഫിറുക മിമ്മാ ലാ നഅലമുഹു എന്ന് പറയും. അഖ്റജഹു അഹ്മദു മിൻ ഹദീസ് അബീ മൂസ അശ്അരി. അള്ളാഹുവിൻ്റെ കാവലത്തോടല്ലേ നമ്മൾ അറിയുന്ന എന്തൊരു കാര്യത്തിനെയും ശിർക്ക് വക്കലിനെ തൊട്ട് നമ്മൾ കാവലത്തിടുന്നു. ഇനിയോ നമ്മൾ അറിയാതെ സംഭവിച്ചതിന് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു എന്ന് പറഞ്ഞുകൂടാം. وعن الجارود رضي الله عنه قال قال رسول الله صلى الله عليه وسلم من طلب الدنيا بعمل الآخرة, ആഖിറത്തിന്റെ അമൽ ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ ദുന്യാവിനെ തേടിയാല് ത്വമിസ വജ്ഹുഹു, അവന്റെ മുഖം താക്കും അല്ലാഹു തആല തേച്ച് മായ്ച്ചളിയുന്നതാണ്. മുഖത്തിന്റെ പ്രസന്നതയും അതുപോലെ തന്നെ തസ്വദ് വുജൂഹിനോട് പറഞ്ഞില്ലേ. വമുഹ്കദിക്റുഹു, അവന്റെ പ്രശസ്തിയും അവന്റെ വാർത്തയും അല്ലാഹു തആല മായ്ച്ചളിയും. മോസ്മിത്സ്മുഹു, പിന്നെ നരകത്തിലാണ് അവന്റെ പേര് സുബൂത്താക്കിയിരുന്നത്. അഞ്ച് അഖ്റജഹു തബ്റാനി. وقال عليه الصلاة والسلام يؤتى يوم القيامة بصحف مختتمة, സീൽ ചെയ്യപ്പെട്ട കുറെ സുഹഫുമായിട്ട് കൊണ്ടുവരപ്പെടുന്നുണ്ട്. അതിനുള്ളിൽ ആരും പൊളിച്ചു നോക്കിയിട്ടൊന്നുമില്ല, സീൽ ചെയ്തിട്ടുണ്ട്. വതുഫ്തഹു ബൈന യദൈല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ചാണ് തുറക്കുക. فيقول الله تعالى اتقوا ألقوا هذه واقبلوا هذه, ഇന്നത് എടുക്കുക ഇന്നത് ചാടുക എന്ന് പറയും മലായിക്കത്തിലൂടെ. അൽഖു ഹാദിഹി, ഇന്നത് വലിച്ചെറിഞ്ഞ, ഇന്നതോ സ്വീകരിച്ചോ. വതഖൂൽ, അപ്പൊ മലായിക്കത്ത് പറയുന്നു വഇസ്സതിക വജലാലിക, നിന്റെ ഇസ്സത്തും ജലാലും കൊണ്ട് നിങ്ങൾ ചോദിക്കുന്നു, മാ റഅയ്ന ഇല്ലാ ഖൈറൻ, ഖൈറല്ലാണ്ട് കാണുന്നില്ല. ചാടാനും രണ്ടില്ലല്ലോ. അമലാടെ ഖൈറായിട്ട് കാണുമോ, പക്ഷെ എന്റെ വജ്ഹല്ലാത്ത ഉദ്ദേശിച്ചിട്ടില്ല. എന്റെ വജ്ഹിനെ ഉദ്ദേശിക്കപ്പെടാത്തത് ഞാൻ സ്വീകരിക്കൂല. അതാണ് ചാടിയ. وعن نمرة بن حبيب رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن الملائكة يرفعون عمل عبد من عباد الله. ഈ ഹദീസ് നീണ്ട വിഷയത്തിൽ എന്തുണ്ട്? ബിദായത്തുൽ ഹിദായയിലെ മിന്നാജുൽ കബീറിന്റെ ലാസ്റ്റും ഇമാം ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച് ഇഖ്തിസാറാക്കുന്നുണ്ട്. ഇന്നൽ മലായികത യർഫഉന അമല അബ്ദി മിൻ ഇബാദില്ലാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളിൽപ്പെട്ട ഒരു അബ്ദിന്റെ അമല് അല്ലാഹു മലായികത്ത് എന്താക്കും, ഉയർത്തിക്കൊണ്ടുപോകുന്നു. ഫയസ്തക്സിറൂനഹു, മലായികത്തിന് തന്നെ ധാരാളം ഉണ്ടല്ലോ എന്ന അഭിപ്രായമുണ്ട്.
വയുസക്കൂനഹു അതിനെന്താക്കും വർണ്ണിക്കുകയും ചെയ്യും. എത്ര മുന്തിയ അമല്. അള്ളാഹുവിന്റെ പരമാധികാരത്തിന്റെ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത് വരെ അള്ളാഹു തആല അവർക്ക് വഹിയറിയിക്കുന്നു, ഇന്നകും ഹഫളത്തുൻ അലാ അമലി അബ്ദി, എന്റെ അമലിന്റെ അമലിന്റെ മേൽ നിങ്ങൾ ഹാഫിളീങ്ങളാണ്. നിങ്ങൾ ലാഹിർ കണ്ടിട്ടുണ്ടാക്കി റിക്കാർഡല്ലാക്കി അല്ലേ? വഅന റഖീബുൻ അലാ മാ ഫീ നഫ്സിഹി, അവന്റെ മനസ്സിന്റെ ഉള്ളിരിപ്പ് എന്താണ് ഞാനാ റഖീബ്. ഇന്ന അബ്ദി ഹാദാ ലം യുഖ്ലിസ് അമലഹു, ഈ അബ്ദ് അമലിനെ ഇഖ്ലാസ് ആക്കിയിട്ടില്ല. ഫക്തുബുഹു ഫീ സിജ്ജീൻ, അത് സിജ്ജീനിലേക്ക് വിട്ടേന്നു. വസ്അദൂന ബിഅമലി അബ്ദിൻ മിൻ ഇബാദിഹി, ഇനി നേരെ മറിച്ചാ പറയുന്നത്. ഇബാദിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു അബ്ദിന്റെ അമലുമായി മലായിക്കത്ത് മേലോട്ട് പോകുന്ന യസ്തഖില്ലൂനഹു, കുറെ ചുരുങ്ങിപ്പോയി എന്നാണ് ഒരു അഭിപ്രായം. ഇതിന്റെ യസ്തഖിലൂനന്റെ മാറ്റം യഹ്ഖിറൂനഹു, അത് നിസ്സാരമായി പോയി എന്നാണ്. അല്ലാഹു തആല വഹിയറിയിച്ചു, ഇന്നകും ഹഫളത്തുൻ അലാ അമലി അബ്ദി വഅന റഖീബുൻ അലാ മാ ഫീ നഫ്സി. നേരത്തെ പറഞ്ഞില്ലേ, ഇന്ന അബ്ദി ഹാദാ അഖ്ലസ, ഈ അബ്ദ് ഇഖ്ലാസ് ആക്കിയിട്ടുണ്ട്. ഈ അമലഹു ഫക്തുബു ഫീ ഇല്ലിയീനിലേക്ക് എഴുതിക്കോ. അപ്പൊ കുറഞ്ഞത് എന്തായി? മക്ബൂലായി മാറി. മലായിക്കത്ത് പോലും അതിനെ നിസ്സാരമായി കണ്ടിട്ടുണ്ട്. മറ്റേത് മലായിക്കത്ത് പോലും എന്താക്കി അധികമാണെന്നും വമ്പിച്ചതാണെന്നും പറഞ്ഞതിന് അതിനുള്ളിൽ ശരിയായിട്ടാണ്. അഖ്റജഹു ഇബ്നുൽ മുബാറക് ഫി സുഹുദിൽ, നമ്റത്ത് ബിൻ ഹബീബ. കുറച്ചും കൂടി പൊട്ടു. വമിൻ കലാമി സലഫി ഫീ ദമ്മിൽ റിയാ, റിയാഇന്റെ ദമ്മിന് സലഫു സാലിഹീങ്ങളായ ഇമാമികൾ എന്ത് പറഞ്ഞു? ഖാല സദിയു സഖതി റളിയല്ലാഹു അൻഹു, നമ്മൾ നല്ലോണം അറിയുന്ന പറഞ്ഞു, മൻ തസയ്യന ലിന്നാസി ബിമാ ലൈസ ഫീഹി, ഒരു മനുഷ്യന് ഇല്ലാത്തത് കൊണ്ട് അവനെന്താക്കി ചമഞ്ഞു, ഉള്ള ആളായി ചമയ്യ. എന്നാൽ സഖത മിൻ അനില്ലാഹി തആല സുബ്ഹാനഹു, അല്ലാഹു തആലയുടെ കണ്ണിൽ നിന്ന് അവൻ സാക്കിത്തായി പോയി. അപ്പൊ ജാഹിലി എന്താക്കി ആലിമായി കോലം കെട്ടി എല്ലാം അറിയുന്ന ആളായി ഇതിങ്ങനെ കിഴിഞ്ഞോണ്ട് وقال الربيع بن حسين رضي الله عنه പറയുന്നു, كيف يرائي العالم بما يعلمه, അറിയുന്ന കാര്യം കൊണ്ട് തന്നെ ഒരു ആലിം എങ്ങനെ മുറാത്ത് ചെയ്യുക? مع علمه أن كل ما لا يبتغى به وجه الله يضمحل, അയാൾക്ക് അറിയാം, അയാൾ അറിയപ്പെട്ടതാണല്ലോ എന്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വജ്ഹല്ലാത്ത ഉദ്ദേശിച്ചാൽ അത് മാഞ്ഞു പോയി, തേഞ്ഞു മാഞ്ഞു പോയി എന്ന് അറിയുന്ന ഒരാളുണ്ട്. ആ ഇൽമയാക്കുണ്ട്. പിന്നെ എങ്ങനെയാണ് ചെയ്യാൻ കാട്ടുക? വഖാലൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, സഹിബത്തു അഖ്വാമൻ, ഞാനൊരു ഖൗമിനോട് സുഹബത്ത് കെട്ടി എന്ന് പറഞ്ഞ സഹാബത്ത് റളിയല്ലാഹു അൻഹു ആവാം, അല്ലെങ്കിൽ ആ മൂപ്പറെ ഉയർന്ന താബീങ്ങളും ആകാം. ഇൻ കാന അഹദുഹും ലതഅരിദു ലഹുൽ ഹിക്മ, അവർക്ക് ഹിക്മത്ത് അല്ലാഹു തആല വെളിപ്പെടുത്തി കൊടുക്കും പറയാൻ വേണ്ടി. ലൗ നതക ബിഹ, അതുകൊണ്ടെങ്ങാനും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നഫഅതുഹു, അത് അവർക്കും ഉപകാരത്തിനെത്തുമായിരുന്നു. വനഫഅത അസ്ഹാബഹു, അത് കേട്ട സഹാബിമാരുണ്ടല്ലോ അവർക്കും ഉപകാരത്തിനെത്തും. പക്ഷേ മുണ്ടൂല. എന്താ തടസ്സം? വമാ യംനഉഹു മിന്നാ ഇല്ല ശുഹറ, ഇത് പറഞ്ഞ ശുഹറത്തായി പോകുന്നു പേടിച്ചിട്ട് മുണ്ടൂല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എത്ര കൂലി കിട്ടുന്ന കാര്യമാണ് അവർ മനസ്സിൽ വെച്ചത്. عن أبي يوسف رضي الله عنه قال يا قوم أريدوا بعلمكم الله, أراد الأمر أريدوا, أراد يريدوا, أقام يقيم الأمر അങ്ങനെ വരിക. മുഫ്രദാണെങ്കിൽ അഖീം അല്ലെങ്കിൽ അഖീമു, അറാദ യുരീദു അരീദു. നിങ്ങൾ ഇൽമു കൊണ്ട് അല്ലാഹുവിനെ ഉദ്ദേശിക്കണേ. ഫഇന്നി ലം അജ്ലിസ് മജ്ലിസൻ ഖത്തു, അതാണ് അബൂ യൂസുഫ്, ഞാനൊരു മജ്ലിസിലും ഇരുന്നിട്ടില്ല. അൻവി ഫിഹി അൻ നതവാദഅ, അത് തവാദു ചെയ്യണമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടാവും. എന്നാൽ ഇല്ലാ ലം നഖും ഹത്താ അലുബഹും, എന്നാൽ എണീക്കുമ്പോഴേക്ക് എല്ലാവരേക്കാളും വലിയ ആളായിട്ടുണ്ടാകും ഞാൻ. മനസ്സിലായിട്ടില്ല? ഒരു മജ്‌ലിസിൽ ഇരിക്കുമ്പോൾ തവാദു കാട്ടണം എന്ന് ഞാൻ കരുതിയിട്ടിരുന്നാൽ എണീക്കുമ്പോഴേക്ക് എന്താ സദസ്സുകൾ എല്ലാവരേക്കാളും വലിയ ആളായിട്ടുണ്ടാവും ഞാൻ.
നേരെ തിരിച്ച് വലം മജ്ലിസൻ അലുവഹും അവരെ മേലെ ആയിരിക്കണം എന്ന് ഞാൻ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നാലോ ഇല്ല ലം അക്കും ഹത്ത എനിക്ക് എന്തെങ്കിലും ഒരു പെരിക്കേട് വന്നിട്ടല്ലാണ്ട് എണീക്കാറില്ല. നേരെ തിരിച്ചു വെച്ചു. ഇമാമുന ഷാറാനി റളിയല്ലാഹു അൻഹു പറയുന്നു, കാന സുഫിയാൻ സൗരി തങ്ങളായിരുന്നു ഇദാ ലാമൂഹു ജനങ്ങൾ ആക്ഷേപിക്കും കുറെ എന്തിനാല അതിന് ജുലൂസിൽ താലീമിന്നാസ് ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി എന്താ ഇരിക്കാത്തതെന്ന് പറഞ്ഞിട്ട് ആളെ ആക്ഷേപിക്കും. ഈ കൂട് മൂപ്പർ പറയുന്നു, വല്ലാഹി ലൗ അലിംന അന്നഹും യത്ലബൂന ബിൽ ഇൽമി വജ്ഹല്ലാഹിൽ അലീം ഈ ഇരിക്കുന്ന കൂട്ടർ ഇൽമു കൊണ്ട് അല്ലാഹുവിന്റെ വജ്ഹാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ അറിഞ്ഞെങ്കിൽ ഞാൻ അവരെ പുറക്കെ വെച്ച് പഠിപ്പിക്കാം. ഇരിക്കല് മാത്രമല്ല അങ്ങോട്ടേക്ക് പോകും. അപ്പൊ മരുന്നാക്കുന്നില്ല, ഇഖ്ലാസിന്റെ പ്രശ്നമുണ്ട്. ഞാൻ അവരെ വീട്ടിലേക്ക് പോവുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യും. വലാകിന്നഹും യത്ലബൂനൽ ഇൽമ ലിജാദിലു ബിഹിന്നാസ് ജനങ്ങളോട് വെറുതെ തർക്കിച്ചിട്ട് ഞാൻ ഇന്നെല്ലാം പഠിച്ച ആളാണ്, ഇന്ന ശരീരത്തിൻ്റെ കൂടിയാണ്, ഇന്ന കിട്ടാൻ ഓതിയ ആളാണെന്ന് പ്രകടമാക്കാനായിരിക്കും പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പറക്കുന്ന ഇളക്കുക കുറച്ച് ചായയും ചോറിലും കൊണ്ടുവരാൻ വയ്യുമ്പോൾ അതിൻ്റെ വളഞ്ഞ ഇങ്ങോട്ട് പറയുന്നേ എന്തെങ്കിലും തലോടെ കാണണം. അജ്ജിന് പോയാണ്ട് പഴയ കാലത്ത് ഹദ്ദാദുള്ള കുളത്തിൻ്റെ ആർക്ക് എന്നിട്ട് ഇഷാദിനോട് ഇങ്ങനെ പറയുന്നത് എന്തെങ്കിലും ഏത് കിട്ടിയാൽ മതി എന്തെങ്കിലും തുടങ്ങണ്ടേ. പണ്ട് ഞമ്മ അജ്ജിന് പോയ സമയത്തല്ലേ ഒരാൾ ബഹുതി വീകാൻ പോയാൽ അതിനെ കൊണ്ട് തുടങ്ങി അജ്ജിന് പോയ ഇപ്പൊ അജ്ജിന് നോക്കുന്നില്ല, കാരണം അജ്ജ് പരക്കെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പില്ല, അതിന് വലിയ വിലയിലുണ്ട്. ഇപ്പം തരീഖത്തോ ഹഖീഖത്തോ അറിയാം. അന്നാലും ചെയ്യണം. അതിന് യഹ്യാലുദ്ദീൻ ഓതണമെന്നാ പറയാ, കിതാബിന്റെ പേര് പോലും അറിയില്ല. ഞങ്ങൾക്കൊരു ബാർബർ ഷാപ്പിൽ കുറെ കൊല്ലം മുമ്പ് പോയപ്പോണ്ട് ഒരാളെ അടുത്തിട്ട് ഇങ്ങനെ ഇളക്കുന്നു യഹ്യാലുദ്ദീൻ ഓതണം. അപ്പൊ കിതാബിന്റെ പേര് പോലും പഠിച്ചിട്ടില്ല. എന്നിട്ടോ അവരുടെ ഉപജീവനം ചെയ്യാൻ വേണ്ടിയുള്ള തൊഴിൽ വാക്കുത്, അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. വഖാല ബഅദുഹും മാ അരിഫു റജുലൻ അഹബ്ബ യുറഫ ഇല്ലാ മഹമദീനുഹു ഞാൻ ഒരു മനുഷ്യനെയും അറിയുന്നില്ല അയാള് അറിയപ്പെടണം, ഒരു പ്രശസ്തനാകണം എന്ന് ഇഷ്ടപ്പെട്ട ഒരാൾ ഇല്ലാ മഹമദീനുഹു അവന്റെ ദീൻ നഷ്ടപ്പെട്ടിട്ട് ആളെ കൊണ്ടെല്ലാം പറയിച്ചിട്ടെല്ലാം ഉണ്ടാവില്ല. വഖാല ആഖറു ലാ യജിദു ഹലാവത്തൽ ഈമാനി മൻ അഹബ്ബ യഅരിഫഹുന്നാസ് ജനങ്ങളുടെ വലിയൊരു പ്രസിദ്ധനായി മാറണം എന്നിഷ്ടപ്പെടുന്ന ഒരാൾ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചവനല്ല എന്ന് പറഞ്ഞു. വഖാലത്ത് റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹാ ഉക്തുമൂ ഹസനാത്തിക്കും നിങ്ങളെ ഹസനാത്ത് മറച്ചു വെക്കണം. ഏതുപോലെ കമാ തക്തുമൂന സയ്യാത്തിക്കും നിങ്ങളെ കുറ്റകൃത്യങ്ങൾ നിങ്ങൾ മറച്ചു വെക്കുന്നില്ലേ, അതാരും അറിയേണ്ടതല്ലേ, നിങ്ങളെ ഹസനാത്ത് പറയണ്ട. വകാനത്ത് തഖൂലു മാ ളഹറ മിൻ അഅമാലി ലാ അഹദ്ദുഹു ശൈഅ അങ്ങനെ വല്ലതും ളാഹിറായിട്ടുണ്ടെങ്കിൽ ഞാൻ അമലായിട്ട് എണ്ണൂല എന്നാണ്, അത് ചെയ്തിട്ടില്ല നോക്കൂ. നഖലഹു മിർആത്തുൽ ജനാൻ അബ്ദുൽ യാഫിമാമിന്റെ കിതാബാണ് മിർആത്തുൽ ജനാൻ. وكان سيدنا القطب عبد الرحمن بن محمد السقاف رضي الله عنه يقول لا تعتد بشيء من الأعمال الظاهرة يا سلا ജനങ്ങൾക്ക് പ്രകടമായ ഒരു അമലുണ്ടല്ലോ, ആ അമല് ഒരു അമലായി കണക്കാക്കൊന്നും വേണ്ട, അത് ചെയ്തിട്ടുണ്ട്. വകാന യഖൂലു മുബറ പറയും ഊഖിയത്തും മിൻ അഅമാലിൽ ബാത്തിനി ജനങ്ങൾ അറിയാത്ത ബാത്തിനായ അഅമാലിന് റൂഖിയ എന്ന് പറഞ്ഞാൽ ചെറിയ നാണയം തൂക്കുന്ന തൂക്കാന്ന്, ചെറിയൊരളവ് 1 ഗ്രാം എന്ന് വെക്ക തൽക്കാലം. അത് ഹൈറാണ് മിൻ ബുഹാർ എന്ന് പറഞ്ഞാൽ കിൻഡൽ കണക്കിന്. എന്താ ബുഹാറിന് അർത്ഥം പറയുന്നുണ്ട്. ബാഹിറായ അഅമാലിന്റെ 1 കിൻഡലിനാക്കാണ് ഹൈറാന്ന്, ബാത്തിനായ അഅമാലിന് കുറച്ചുണ്ടാക്കില്ല. അതാ ബുഹാർ എന്ന് പറഞ്ഞാൽ എന്താ വഹദത്ത് വസ്നിയ്യത്ത്, അത് തൂക്കത്തിന്റെ പേരാണ്. നമുക്ക് കിൻഡലി എന്നെല്ലാം പറയുന്ന ഒരളവിന്റെ പേര് മീറ്റർ എന്ന് പറയും, തൂക്കത്തിന്റെ പേര് കിൻഡൽ എന്ന് പറയും, അല്ലേ? അതാണ് വസ്നിയത്തെ കബീറത്തുൻ ഖദറുഹ 300 സലാസുമിയത്തിൽ മക്കിയായ 300 റാത്തലിന് ഉൾക്കൊള്ളുന്ന ഒരു തൂക്കാന്നുണ്ട്.
അതുപോലെ കിൻഡിൽ നൂൻ എത്രയാ? 100 കിലോ. അല്ലെങ്കിലോ 333 കൗലി, അത് ബഗ്ദാദി ചോദിച്ചു. ഉണ്ടോ? അതുകൊണ്ട് 243 75 കിലോഗ്രാം ആണ്. കകം എന്ന് പറഞ്ഞാൽ കിലോഗ്രാം. അതിന്റെ ചോട്ടാണ് ഏത്? കകം, കിലോഗ്രാം. വസ്താനിയത്ത് രണ്ടാമത്തേത് ഏതേത്? ബഗ്ദാദി. 270.562 കിലോഗ്രാം. വ്യത്യാസം കണ്ട? ബഗ്ദാദിയും മക്കയും തമ്മിൽ. യൂന്നർ മക്കായിരും ഔസാനുൽ ഇസ്ലാമി എന്ന കിതാബ് നോക്കുക. എന്തിനല്ല നമ്മൾ കിതാബുണ്ട്. قال سيدنا الشيخ الإمام عبد الله بن علوي الحداد رضي الله عنه ونفعنا به പറയും للشيطان على الإنسان مداخل. ശൈത്താനുണ്ട് മനുഷ്യന്മാരിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി കുറേ പ്രവേശന മാർഗമുണ്ട്. ശൈത്താന് മനുഷ്യന്റെ തടിയിലേക്ക് മദാഖിൽ ശൈത്താൻ ഒരു വാവ് തന്നെയാണല്ലോ. ഏതിനെല്ലാം ശൈത്താന് കയറാൻ കഴിയുണ്ടെന്നാ പറഞ്ഞ. റിയാ എന്നുള്ളതുണ്ടല്ലോ, അത് ചോര ഒഴുകുന്ന സ്ഥാനത്താണ്. അപ്പൊ ചോര ഒഴുകുന്ന ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ചോര ഉണ്ടല്ലോ. അതാ അമാതറ യഹ്യ ബിൻ മുആദ് الواحد المشهور وكان من كبار تلامذة أبي يزيد البسطامي. അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരിൽ വലിയ കേടുകെട്ട ആളാണ് യഹ്യ ബിൻ മുആദ്. മുമ്പ് മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു എന്നുള്ള വാക്ക് ഹിക്മത്ത് പറഞ്ഞവരാണ്. മൂപ്പർ വലിയ വാഴിദും മശഹൂറാണ്. വകാല യർകാ ലിൽ വഅദി അലൽ മിമ്പർ. മിമ്പറിന്റെ മേലെ കയറി വേറെ പറയാം. കാലല് ജാരിയത്തിഹി, ജാരിയത്തിനോട് പറഞ്ഞ് ഇദാ ജിഅ്തു ബഗ്ദാദ, ബഗ്ദാദി ചെന്നാൽ ഇൻഫതഹലിൽ കലാമു ഫിൽ വഅദ്, വഅദിലുള്ള വാതിലെല്ലാം എനിക്ക് തുറന്നു ഭയങ്കരമായിട്ട് കിട്ടുന്നു. ബഗ്ദാദി പോയാലേ. അപ്പം ബഗ്ദാദ് എന്താ ഇത്ര പ്രത്യേകത എന്നാ? വക്കാന യഹ്ദുറുഹൽ ഖുലഫാഉ വൽ ഉമറാ വ അബ്നാഉ ദുനിയ. ബാധ കേൾക്കാൻ വന്ന കൂട്ടത്തിൽ ഖുലഫാക്കളുണ്ട്, അമീറന്മാരുണ്ട്, ദുനിയാവിന്റെ ആളുകളെല്ലാം ഉണ്ട്. വലിയ ജനക്കൂട്ടം ഉണ്ടാവും. വൈദാ കുന്തു ഫീ ഗൈരി ബഗ്ദാദ്, ബഗ്ദാദ് അല്ലാത്ത സ്ഥലത്ത് പോയി വേണമെന്ന് പറഞ്ഞാൽ അന്നക്കും മിസ്ലു ദാലിക, അങ്ങനെ ഒന്നും തുറന്നു കിട്ടുന്നില്ല. ഇതെന്തിന്റെ കാരണം? പണ്ട് മംഗലത്തിന് പോയാൽ മാത്രം ഛർദിയുണ്ട്, പലക്കുന്ന ചോദിച്ചാൽ ഛർദിക്കൂല എന്ന് പറഞ്ഞാൽ മതി ജയിക്കും. എനിക്കറിയാം, മംഗലത്തിന് പോയിട്ട് തിന്നാല് ഭയങ്കര ഛർദിക്കും. പലക്ക് വന്ന് ഛർദിക്കലെന്നെ വേണ്ടി പലക്കുന്നൊന്നുമില്ല. ഇതെന്താ നിങ്ങൾ ഒന്ന് കുത്തിക്കുറിച്ച് നോക്കിയാട്ടെ, ഹിസാബിജ കണക്കെല്ലാം വെച്ചട്ടെ. അപ്പൊ ഹിസാബിജ കണക്കി കിട്ടി മംഗലത്തിൽ 40 തരം വിഭവങ്ങൾ നേരത്തെ നോക്കിയിട്ടുണ്ടാവും. ബെറിഞ്ചോറുണ്ടാകും, നെയ്ച്ചോറുണ്ടാകും, മന്തി ഉണ്ടാകും, ആടുമന്തി ഉണ്ടാകും, കോഴിമന്തി ഉണ്ടാകും, ചുട്ട ഉണ്ടാകും, പൊച്ച ഉണ്ടാകും, തുടങ്ങിയിട്ട് ഒരു 40 ചെല്ലാനും. ഇതെല്ലാം തുന്നിമാണ്. എല്ലാം തുന്നുമ്പോൾ ഒന്ന് തുന്നുമ്പോൾ തന്നെ അവിടെ സമയം തീർന്നില്ല. അപ്പൊ എന്താക്കും? എല്ലാം അടിച്ചയച്ചു കൊടുത്തു, എല്ലാം തിന്നു. ഇതെന്താ ദഹിക്കുന്നത്? പരക്കുമായിട്ട് അത് കള്ളു തന്നെ കാണാൻ. പശുവല്ലല്ലോ, പശു ആണെങ്കിലല്ല, പുല്ലാതെ വന്നിട്ട് മറ്റേ കുറച്ച് അങ്ങാണ് നിട്ട് നോക്കി പിന്നെ ചവക്കലി. ഇതതില്ലല്ലോ. മനുഷ്യന്റെ കുടലും വ്യത്യാസമുണ്ട്. മറ്റേതെന്ത് തിന്നാലും ഒരു വേറെ സഞ്ചിയിലേക്ക് ഉറച്ചു നോക്കും. എന്നിട്ടെന്താ ഇത് ഇർസാലാക്കി പൊരക്കുന്ന വെറും ഇത്രത്തോളം വിഭവം ഇല്ല. അന്നം വെച്ചതേ തുന്നുണ്ട്. അപ്പൊ ഛർദിക്കുകയും ചെയ്യൂല. ഇതുപോലെ തന്നെ അവസ്ഥ. ഇത് ബാധാദിൽ പോയിട്ട് വേണമെന്ന് പറഞ്ഞാല് തുറന്നിട്ട് അപ്പോ ആ പെണ്ണുങ്ങളെ ഭയങ്കര പക്കാലത്തില് മുഴുവൻ പറഞ്ഞു ഞാൻ സൈന അതാ അത് ജിജാവിന്റെ സബബ് കൊണ്ടാണ് ഞങ്ങൾക്ക് തുറന്നു കിട്ടുന്നത്. അവിടെത്തുമ്പോ ബാലുസാറാകുന്നു. അപ്പോ യഹ്യ ബിൻ മുആദിനെയും കൂടി മറികടക്കുന്ന പെണ്ണുങ്ങ ഇത്. വദക്കറ റളിയല്ലാഹു അൻഹു പറയുന്നു അയ്ദൻ അന്നഹു കാന ബഅദുഹും ഖദ് സ്വല്ലാ ഫി സഫിൽ അവ്വൽ നഹ്വ 40 സന. ഏതാണ്ട് 40 കൊല്ലം ഒന്നാമത്തെ സഫിൽ വെച്ചിട്ട് ജമാഅത്തായിട്ട് നിൽക്കിച്ചു. ഫതഖല്ലഫ യൗമൻ, ഒരു ദിവസം പിന്തിപ്പോയി.
എന്നിട്ട് ഹത്താ ലാഖ സഫുൽ അവ്വൽ, ഒന്നാമത്തെ സഫ് കുടുങ്ങിയപ്പോൾ ഹത്താ ലാ യുംകിനുഹു സ്വലാത്തു ഇല്ലാ ഫി സഫിൽ അഖീർ, ബേക്കിലെ സഫിന് നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ഫറആ ഫീ നഫ്സിഹി ഹയാഅൻ, അപ്പം മനസ്സിലൊരു ഹയാ, എപ്പോൾ ഒന്നാം സഫ് നിൽക്കുന്നതാണ്, എന്തുകൊണ്ട് രണ്ടിലായി? ഹൈസു ഖാലഫ ആദത്തഹു, ആദത്തിന് വ്യത്യാസം വന്നില്ല. ഫഖളാ സ്വലാത്തഹു ഫീ തിൽകൽ മുദ്ദത്തി കുല്ലിഹ, അപ്പം ആ കാലത്ത് ചെയ്ത എല്ലാ നിസ്കാരവും ഖളാ കൂട്ടിക്കളഞ്ഞു. ഒന്നാം സഫിലാവൽ എന്നുള്ളത് നഫ്സിന്റെ ഒരു ശഹവത്താണ്. وقال رضي الله عنه شعرا: وزين القلب بالإخلاص مجتهدا واعلم بأن الرياء يلقيك في الحطب ونق جيبك من كل العيوب ولا تدخل مداخل أهل الفسق والريب وزين القلب, കൽബിനെ നീ ഭംഗിയാക്കണം, ബിൽ ഇഖ്ലാസ്, ഇഖ്ലാസ് കൊണ്ട് ഭംഗിയാക്കണം. അത് ഹദദ് ശൈഖ പറയുന്നു. മുജ്തഹിദൻ, അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യണം. വഅലം, നീ അറിയണം, ബി അന്ന റിയാ യുൽഖീക ഫിൽ നതബി, റിയാ എന്നുള്ളത് നിന്നെ കഷ്ടപ്പാടി കൊണ്ടുപോയി ചാടിക്കും. കാരണം വളരെ ഇതാക്കാൻ വേണ്ടി വളരെ അധ്വാനിക്കേണ്ടി വരും, എന്നാലേ ജനങ്ങളെ അഭിപ്രായത്തോടുള്ളൂ. വനക്ക് ജൈബക്ക, നിന്റെ ജൈബ് എന്ന് പറഞ്ഞാൽ സഞ്ചി, പോക്കറ്റ് എന്ന അർത്ഥം. അപ്പൊ അത് ഉദ്ദേശിക്കുന്ന മനസ്സ്. മീൻകുല്ലിൽ ഒഴിവും എല്ലാ അയ്ബുകളെ തൊട്ടും. വലാ തദുഖുൽ മദാഖിൽ അഹ്ലിൽ ഫിസ്ഖി വദ്ദിയബി, കുറ്റക്കാരുടെ ഫാസിഖ്യങ്ങളുടെയും മദാഖിൽ നീ പോയി പ്രവേശിക്കണ്ടെന്നും പറഞ്ഞു. അപ്പൊ കള്ളസാബിലെണ്ണം പോവുക, മറ്റേ അതിന്റെ അപരിസത്തൊന്നും അടുക്കേ പോണ്ട ഫിസ്കിൻ ഹൈലുകാരെ. وقال رضي الله عنه: الولي ما همه ومطلوبه إلا الخفاء, ഒരാൾ വലിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഹമ്മും മത്ലൂബും രഹസ്യമായിരിക്കണം, ഖഫായാണ്, ആളുടെ പ്രസിദ്ധി വേണ്ടെന്നാ വിചാരിക്കുക. വഇൻ അഹബ്ബ ളുഹൂറിനെ ഉദ്ദേശിച്ചാൽ ഖഫായിന് പകരം സുലിബ, അയാൾ ഹാലല്ല ഉരപ്പെട്ടു പോയി. വല്ലൗലിയാഉ ലാ യുഹിബ്ബൂന അൽ-ഇജ്തിമാഅ അലൈഹിം, അതുകൊണ്ട് ഔലിയാക്കള് ആളെല്ലാം അവരെ മേൽ തടിച്ചുകൂടണമെന്ന് ആഗ്രഹിക്കൂല. ആളെല്ലാം പറ്റേ. വമൻ അഹബ്ബ ദാലിക ഫഇൻദഹു ശുബ്ഹത്തു റിയാ, അങ്ങനെ എല്ലാവരും വന്നിട്ട് തടിച്ചുകൂടണം, കുറെ ജനക്കൂട്ടം വേണം എന്നാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അയാളിൽ റിയാഇന്റെ ശുബ്ഹത്തുണ്ട്. ഹത്താ അന്ന മൻ അഹബ്ബ കസറത്തൽ ജംഇ ഫീ ജനാസതിഹി, എൻ്റെ ജനാസയിൽ ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടണേ എന്നുദ്ദേശിച്ചാൽ വഹുവ മുറാഇൻ ഖാലിബുൻ ശുഹറത്തഹു ബഅദൽ മൗതി, മൗത്തിന് ശേഷം വലിയ സുഹൃത്തുള്ള ആളാകണമെന്ന് ആദ്യം തന്നെ കരുതി വെച്ചിട്ടുണ്ട്. അതല്ല, എനിക്ക് ദുആ കിട്ടണമെന്നാണ് അത് വേറെ. എല്ലാ 100 കാറ് ഓടിച്ചിട്ട് ടൗണിലേക്ക് കൂടി കിട്ടണം എന്നാണ് കരുതിയെങ്കിൽ അത് പിന്നെ ദുആന്റെ ഫലമൊന്നും ഉണ്ടാവില്ല. എന്താണെന്ന് കാണത്ര അത് ഫുലാൻ പിന്നെ ഫുലാൻ മാത്ത ഫുലാൻ ഫുലാൻ. ജിയായിനാൽ ഉണ്ടായിത്തീരുന്ന കാര്യം കൂലി കിട്ടുമോ, പകുതി കൂലി കിട്ടുമോ, തീരെ കിട്ടൂലേ എന്നെല്ലാം വിഷയം പറയുന്നത്. അത് ഖസാലി ഇമാമിന്റെ ഇഹ്യ കൊണ്ടപ്പോ ഒരൊറ്റ ചുരുക്കിലൊരിക്കുന്ന ബൈത്തിൽ ഇൻ ഖലസൽ അമലു ലിദ്ദിയാഇ ഫല്ലിസ്മ മിൻ വജ്ഹൈനി ഫീഹി ജാഇ, വൽ അമലി ദിയാഇന് മാത്രം, വേറെ ഒന്നും അതിലില്ല. എന്നാൽ 2 വജ്ഹിൽ കൂടി അവനെന്തായി ഇസ്മ വന്നു. നോക്കതാണ് ഇദ്ഹാറുഹു ലിന്നാസി അന്നദാ അമൽ വഖസ്ദുഹു ഗൈറൽ ഇലാഹി ബിൽ അമൽ. 2 വജഹല്ലേ പറഞ്ഞത്. ഒന്ന്, ഈ അമല് ജനങ്ങൾക്ക് വെളിപ്പെടുത്തുക എന്നൊന്ന് പ്രശ്നം, എൻ്റെ ഉള്ളിലുള്ളത് ഇലാഹല്ലാത്തതിനെ കരുതി എന്നതാണ് 2 വജഹ്. ഒന്ന് ദാഹിലുണ്ട്, ഒന്ന് ബാത്തിലുണ്ട്. ഇനി وحيث الرياء يرجه على قصد الثواب فهو اسمه جلاء. ഇനി മറ്റൊന്ന്, ഒരു വകുപ്പ് റിയാ ഖസ്ദു സവാബിനാക്കാണ് റാജിഹായിട്ടുണ്ട്. റിയാകാണ് മുന്തി നിൽക്കുന്നത്, സവാബല്ല. എന്നാൽ അവൻ്റെ ഇസ്മ വളരെ വെളിച്ചം തന്നെ.
ഈ പറഞ്ഞ രണ്ട് വിഷയത്തിലും സവാബ് പറ്റ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒന്ന് ഇത് റിയാഗ് മാത്രമേ ഉള്ളൂ, മറ്റൊന്ന് കസ്തുസ്സവാബുമുണ്ട്, റിയാഗുമുണ്ട്. പക്ഷെ റിയാഗ് രാജിയായിട്ടുണ്ട്. രണ്ടിനും സമാസമാണെങ്കിലോ അതിന്റെ ജവാബ് പറയും. അമ്മ ഇട്ടിട്ട് ജവാബ് വരണ്ടേ? അത് രണ്ടും സാക്കിത്തായി പോയി. അങ്ങനെ കസ്റ്റു ചെയ്യാതെ കാരണത്താല് സവാബിന്റെ ഉദ്ദേശം എന്തായി? തള്ളിപ്പെട്ടു. അപ്പൊ രണ്ടുമില്ല. ഇതാരാണ്? ഫിസ്തിൽഹാരി ഹുജ്ജത്തുൽ ഇസ്ലാം. ഹുജ്ജത്തുൽ ഇസ്ലാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്തിൽഹാറിലാണ് ഇതുള്ളത്. അതുകൊണ്ട് നീ തർക്കിക്കാൻ നിൽക്കണ്ട. ويحصل الثواب لكن ينقص إن كان ذا العمل ليس يخلص. ഇനി സവാബ് കുറയും, അല്ല കിട്ടും. എപ്പോഴ്? കുറഞ്ഞ സവാബ്. ലാക്കിൻ യൻഖുസു ഇൻ കാന ദൽ അമലു ലൈസ യഖ്ലുസു. ഈ അമലി ഇഖ്ലാസ് കുറഞ്ഞതാണെങ്കിൽ എന്താകും? സവാബും കുറയും. പക്ഷെ എന്ത് വേണം? ദിയായിനാക്കാണ് മസ്റ്റു സവാബ് ഏറിയിരിക്കണം, റാജിഹായിരിക്കണം. യൂസി എന്ന് പറഞ്ഞ വലിയൊരു ഇമാമാണ്. അവരുടെ പേര് ജൗഹറത്തുൽ തൗഹീദിൽ അഖീദന്റെ സബ്ജക്റ്റിലുണ്ടായിരുന്നു. ജൗഹറത്തിൻ ബാജുൽ ഇമാമിന്റെ ശർഹ് നോക്കിയല്ലോ, അതിലാ യൂസി. ആരാ യൂസി? അൽ ഇമാമു അൽ അല്ലാമത്തു അൽ അദീബു അൽ ഫഖീഹു അൽ മുതഫന്നിനു അൽ നാദിറ അൽ വലിയു അൽ ആരിഫു. കണ്ട, എല്ലാ പദവിയും ചൂണ്ടിയിട്ടുണ്ട്. അൽ ഹസൻ ബിൻ മസ്ഊദ് അൽ യൂസി അൽ മാലിക്കി എന്നാണ് ഒറിജിനൽ പേര്. ഹസൻ യൂസി മാലിക്കി മദ്ഹബ് 1040 300 ശേഷം തന്നെ 1102 വഫാത്ത്. ആറപ്പറ്റി എന്താണ്? അൽ മൻഊത്തി ബി ഗസാലി അശ്രിഹി. നാക്കാലത്തുള്ള ഗസാലി ഇമാം എന്ന് ഉറപ്പെടുത്തി വിളിക്കുന്നത്. അത്ര വലിയ ആളാണ്. تعلم بالزاوية الدلائية فتنقل في الأمصار وأخذ عن علماء سجل ماسا ودرعا وسوس ومراكش وغير هذا اللور ناطين بيدي. واشتهر حتى قال العياشي وربط بننا من فاته الحسن البصري يسحبه فليسحب الحسن الجوسي يكفيه. ഹസൻ അൽ ബസ്രിയോട് സുഹബത്ത് കെട്ടാൻ ഒരാൾക്ക് അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ ഹസൻ അൽ യൂസിയോട് സുഹബത്ത് കെട്ടിക്കൊള്ളി. കണ്ട, ലഹു മുഅല്ലഫാത്തും മുതഖിന മുഹാദറാത്ത് കൗകബ് സാത്തിഹ് ജമുൽ യൗമിന് ശറഹാണ്. അത് പൂർത്തിയായിട്ടില്ല പോലെ. അതാ അപ്പൊ ഗസാലി ഇമാമിന്റെ കൗലും പറഞ്ഞു, യൂസിയുടെ കൗലും പറഞ്ഞു. ഞങ്ങൾ നിൽക്കട്ടെ. പിന്നെ ഔസാഫുൽ മുറായിനെയാണ്.